ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. നമസ്കാരം. പാലക്കാട് കഞ്ചിക്കോട്ട് മദ്യനിർമ്മാണ യൂണിറ്റിന് അനുമതി നൽകിയുള്ള സർക്കാർ ഉത്തരവ് പുറത്തുവന്നിരിക്കുന്നു. രാജ്യത്തെ പ്രമുഖ മദ്യനിർമ്മാണ കമ്പനികളിലൊന്നായ ഒയാസിസിന് എഥനോൾ നിർമ്മാണ പ്ലാന്റിന് അനുമതി നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഡൽഹി മദ്യനയ കേസിൽ അറസ്റ്റിലായവർ ഉടമകളായ കമ്പനി ഇവിടെ വരുമ്പോൾ എന്തു കിട്ടിയെന്ന വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും ഊഴമിട്ട് ചോദിക്കുകയാണ്. എലപ്പുള്ളി പഞ്ചായത്തിലെ കുഴൽക്കിണറുകളിലേക്ക് പോലും വെള്ളമെത്താത്ത, മഴക്കാലത്ത് പോലും കുടം ചുമക്കുന്ന പഞ്ചായത്തിലേക്ക് വെള്ളമൂറ്റാനാണോ ഒയാസിസിന്റെ വരവ്? 18 കോടി എഥനോൾ ഉൽപാദനത്തിന് പകരം പഞ്ചായത്തിന്റെ ദാഹമകറ്റാൻ പാലക്കാടിന്റെ സ്വന്തം മന്ത്രി എം.പി. രാജേഷ് എന്തു ചെയ്തുവെന്ന് പ്രതിപക്ഷം ചോദിക്കുമ്പോൾ പ്ലാച്ചിമട സമരകാലം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ടവർ. 600 കോടി രൂപ ചെലവിട്ട് 4 ഘട്ടമായുള്ള പ്ലാന്റ് നിർമ്മാണത്തിൽ ചട്ടം വിട്ടോ അനുമതി എന്നതാണ് ചോദ്യം. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ പെട്ട കമ്പനിയാണ്. ഈ കമ്പനിയുടെ ഉടമയെ അറസ്റ്റ് ചെയ്ത കേസ്, ആ കേസിൽ പെട്ട് കിടക്കുകയാണ്. ഞാൻ ചോദിച്ചാൽ എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ എന്ത് കിട്ടി? ഇത് മന്ത്രിയും ചില ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിയും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള ഇടപാടാണ്. അതാണ് ഇതിന് സുതാര്യതയില്ല, ഇത് അഴിമതിയാണെന്ന് പറയുന്നത്. കേരളത്തിന്റെ വാതായനങ്ങൾ മദ്യമുതലാളിമാർക്ക് തുറന്നു കൊടുക്കുന്ന ഏറ്റവും വലിയ അഴിമതിയാണ് ഇവിടെ നടത്തുന്നത്. ടെൻഡർ വിളിക്കാതെ ഒയാസിസ് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഒരു അപേക്ഷ എഴുതി വാങ്ങി ആ അപേക്ഷയുടെ പുറത്ത് ക്യാബിനറ്റിൽ കൊണ്ടുവന്ന് തീരുമാനമെടുക്കുന്നത് രാജഭരണകാലത്ത് പോലും നടക്കാത്തൊരു കാര്യമാണ്. ഇതൊരു കടുംവെട്ടാണ്. ഇനി ഭരണം തീരാൻ അധിക സമയം ഇല്ലാത്തത് കൊണ്ട് കടുംവെട്ട് വെട്ടുന്ന നടപടിയാണ് ഇപ്പൊ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കും എന്ന കാര്യം കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിൽ പ്രഖ്യാപിച്ച കാര്യമാണ്. ആ നയത്തിനനുസരിച്ച് നടപടിയിലേക്കാണ് സർക്കാർ കടന്നിട്ടുള്ളത്. എല്ലാ നിയമവും അനുസരിച്ച് ഇത് ആരംഭിക്കുന്നതിനുള്ള പ്രാരംഭാനുമതിയാണ് മന്ത്രിസഭ നൽകിയിട്ടുള്ളത്. മാത്രമല്ല കേന്ദ്ര ഗവൺമെന്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പ്രഖ്യാപനവുമാണ്. ചർച്ചയിൽ CPM-ൽ നിന്നും അഡ്വക്കേറ്റ് K.S. അരുൺകുമാർ, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ C.R. നീലകണ്ഠൻ, രാഷ്ട്രീയ നിരീക്ഷകൻ N.V. ബാലകൃഷ്ണൻ, ഒപ്പം പ്രസാദ് കുരുവിള, KCBC മദ്യവിരുദ്ധ സമിതിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. ആദ്യം ഞാൻ CPM പ്രതിനിധിയിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് K.S. അരുൺകുമാർ, ഇപ്പോൾ ഈ അനുമതി എന്നുള്ളത് ഇൻവെസ്റ്റ്മെന്റ് പ്രപ്പോസൽ വന്നപ്പോൾ അത് നിയമാനുസൃതമായി നൽകിയതാണ് എന്നുള്ളതാണല്ലോ ഇപ്പോൾ എക്സൈസ് മന്ത്രി വാദിച്ചിരിക്കുന്നത്. ടെൻഡർ ആവശ്യമില്ല, അത് വാദത്തിന് സമ്മതിക്കാം. പക്ഷേ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച 2 കാര്യങ്ങൾ, ഈ കമ്പനി ആരോപണം നേരിടുന്ന കമ്പനിയാണ്, അതായത് നേരത്തെ ഡൽഹി മദ്യനയ വിവാദത്തിൽ ഉൾപ്പെട്ട കമ്പനിയാണ്. അതോടൊപ്പം പഞ്ചാബിൽ ഇവരുടെ ലിക്കർ കമ്പനി ഒരു പ്രദേശം മുഴുവൻ മലിനമാക്കിയിരിക്കുന്നു. 4 കിലോമീറ്ററിലധികം വരുന്ന സ്ഥലത്തെ വ്യാവസായിക വേസ്റ്റ് കൊണ്ടുപോയി നശിപ്പിച്ചതിന് കേസ് നേരിടുന്ന കമ്പനിയാണ്. അപ്പോൾ അങ്ങനെയൊരു കമ്പനി പ്രപ്പോസൽ നൽകുമ്പോഴേക്കും പെട്ടെന്ന് അങ്ങ് സ്വീകരിക്കുകയാണോ സർക്കാരിന്റെ നയം? ഇവിടെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും വസ്തുതാവിരുദ്ധമായിട്ടുള്ള നിരവധി ആരോപണങ്ങൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിൽ ഏത് പുതിയ വികസന പ്രവർത്തനം വന്നാലും അതിനെ എതിർക്കുക എന്നുള്ളത് ഒരു നയമായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ് ഇവർ രണ്ടുപേരും. അപ്പൊ ആദ്യം പറഞ്ഞത് ഇത് നിലവിലുള്ള നിയമത്തിനും ചട്ടത്തിനുമെല്ലാം മദ്യനയത്തിന് വിരുദ്ധമല്ലേ എന്നതാണ്. ഇന്നലെ രണ്ടുപേരും മത്സരിച്ച് നടത്തിയ പത്രസമ്മേളനം. പക്ഷെ കൃത്യമായിട്ട് തന്നെ കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച മദ്യനയവും അതിന് മുൻപ് വർഷം പ്രഖ്യാപിച്ച മദ്യനയത്തിലും കൃത്യമായി ഇത്തരത്തിലുള്ള നയമുണ്ട്. ആ നയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗവൺമെന്റ് പ്രവർത്തിച്ചത് എന്ന് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ തന്നെ ആ നയം വിശദീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളും വാർത്തകളും എല്ലാം ഉണ്ടായി. അപ്പോൾ അതിൽ നിന്ന് തെന്നിമാറി ഇപ്പോൾ കമ്പനിയുടെ ക്രെഡിബിലിറ്റിയിലേക്ക് മാത്രം ഇന്ന് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ മദ്യനയത്തിന്റെ 24ാമത്തെ പാരഗ്രാഫ് ഉണ്ട്. സംസ്ഥാനത്ത് മദ്യ ഉൽപാദനത്തിന് ആവശ്യമായ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ENA കേരളത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പ്രോത്സാഹനം നൽകും. ആയതിന് തയ്യാറാക്കുന്ന ഡിസ്റ്റിലറികൾക്കും പുതിയ യൂണിറ്റുകൾക്കും അനുമതി നൽകും എന്നുള്ളത് മദ്യ നയത്തിന്റെ ഭാഗമായി പാരഗ്രാഫ് 24-ൽ തന്നെ കൃത്യമായി തന്നെ പ്രതിപാദിച്ചതാണ്. ഇതിൽ 2023 കേരളത്തിൽ 9.26 കോടി ലിറ്റർ 9.26 കോടി ലിറ്റർ ENA-യും 3.84 ലക്ഷം ഇൻഡസ്ട്രിയൽ ആൽക്കഹോളും അയൽ സംസ്ഥാനത്ത് നിന്ന് എത്തിച്ചു. ഇവിടെ ഉൽപാദനമില്ലാത്തതുകൊണ്ട് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചിട്ടാണ് ഇവിടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ മദ്യനയത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കണം എന്ന് തീരുമാനമെടുത്തത്. ആ തീരുമാനമാണ് ഇപ്പോൾ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ചോദിക്കുകയാണ്, മദ്യനയം താങ്കൾ പറഞ്ഞത് ഈ വർഷങ്ങളിൽ പറഞ്ഞ മദ്യനയം ശരിയാണ്, പക്ഷെ അതിനു മുമ്പ് ഒരു പ്രകടന പത്രികയുണ്ടല്ലോ.
മദ്യ ഉപഭോഗം കുറയ്ക്കും എന്നുള്ളതാണല്ലോ അതിൽ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മദ്യ ഉപഭോഗം കുറയ്ക്കാൻ എന്താണ് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്താണ് ചെയ്തിട്ടുള്ളത്? അതിനുശേഷം ഇവിടെ അനുമതി കൊടുത്ത ബാറുകളുടെ എണ്ണം അടക്കമാണ് ഇപ്പോൾ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ബാറുകളുടെ എണ്ണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വലിയ തോതിലാണ് ബാറുകൾക്ക് അനുമതി കൊടുത്തത്. ആ കണക്കുകളടക്കം പറയുമ്പോൾ വലിയ തോതിലുള്ള വ്യത്യാസം. 28 ബാർ ഉണ്ടായത് ഇപ്പോൾ 856 ബാറുകളായിരിക്കുന്നു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിവ് ഉണ്ടായിരുന്നത് 28 ബാറുകളാണ്. ബിവറേജസ് ഔട്ട്ലെറ്റുകളുടെ എണ്ണം 300-ന് എത്തിയിരിക്കുന്നു. അതോടെ കൺസ്യൂമർ ഫെഡിനിൽ 50ഓളം ഉണ്ട്. 500-ലധികം ബിയർ വൈൻ പാർലറുകളുണ്ട്. അങ്ങനെ കണക്കുകൾ ഇരട്ടിയിലധികവുമായി ഉയരുമ്പോൾ നിങ്ങൾ പ്രകടന പത്രികയിൽ നിന്ന് മാറി ഇപ്പോൾ ഓരോ വർഷത്തെയും മദ്യനയത്തിലേക്ക് എത്തുമ്പോൾ അതിൽ വെള്ളം ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തെന്നി മാറിയുള്ള ആരോപണങ്ങളാണ്. ഇവിടെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആ ആരോപണത്തിൽ ഉറച്ചു നിൽക്കണം. അതിന്റെ മറുപടി കേൾക്കാനുള്ള ക്ഷമ പ്രതിപക്ഷവും മാധ്യമങ്ങളും കാണിക്കണം. ഇവിടെ ഉയർന്നു വന്ന ആരോപണം വർഷങ്ങളായി ഗവൺമെന്റ് തുടരുന്ന മദ്യനയത്തിൽ നിന്ന് വ്യതിചലിച്ച് ഏകപക്ഷീയമായി രഹസ്യമായി എന്ന വാക്കാണ് ചില മാധ്യമങ്ങൾ ഇന്നലെ ഉപയോഗിച്ചത്. രഹസ്യമായി ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചു എന്ന രൂപത്തിലാണ്. എന്നാൽ മദ്യനയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മദ്യനയത്തിന്റെ തീരുമാനപ്രകാരം തന്നെയാണ് ഗവൺമെന്റ് പോയത് എന്ന് മനസ്സിലായപ്പോൾ ഈ കമ്പനിയുടെ ക്രെഡിബിലിറ്റി മറ്റ് സംസ്ഥാനങ്ങളിൽ കേസുണ്ട് എന്നതിലും ഇപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം മദ്യവർജനമല്ലേ നയം, എന്നിട്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള തീരുമാനം എടുക്കുന്നു? ഇത് കൃത്യമായി മദ്യവർജനം. ഇപ്പോൾ ഈ കഴിഞ്ഞ തവണത്തെ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ പോയിന്റ് അല്ലെങ്കിൽ ആദ്യ പേജിൽ തന്നെ ഉത്തരവ് വിമുക്തി വിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. മദ്യ വിമുക്തി ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ നിരുത്സാഹപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നയങ്ങൾ തന്നെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിന്റേതായിട്ടുള്ള ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും ഇപ്പോ ടൂറിസത്തിന്റെ ഭാഗമായി ടൂറിസം ഡെസ്റ്റിനേഷനുകളിൽ അവിടെയുള്ള തെങ്ങ് ചെത്തി അവിടെ നിന്ന് കള്ളെടുത്ത് അവിടെ അവരുടെ വന്നിരിക്കുന്ന ടൂറിസ്റ്റുകളുടെ മുന്നിൽ വെച്ച് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ കേരളത്തിന്റെ ഓരോ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തുക. ഈ കേരളത്തിലുള്ള കള്ള് ഷാപ്പുകളോട് കേന്ദ്രീകരിച്ച് നല്ല പ്രകൃതി വിഭവങ്ങൾ കിട്ടാൻ പാകത്തിന്, പ്രത്യേകിച്ച് ഏറ്റവും നല്ല ഭക്ഷണം, നാട്ടുഭക്ഷണം കിട്ടാൻ പാകത്തിനുള്ള കേരളത്തിന്റെ സാധ്യതകളെ നന്നായി മാർക്കറ്റ് ചെയ്യുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് മദ്യനയത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം വന്നിരിക്കുന്നത്. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ തോതിൽ അസംസ്കൃത വസ്തു കൊണ്ടുവരാം. അത് കേരളത്തിൽ വെച്ച് കൂട്ടിയോജിപ്പിച്ച് പല രൂപത്തിൽ പേരുമാറ്റി മദ്യം ഉപയോഗിക്കാം. എത്ര ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരാതെ ഇവിടെ ഉൽപാദനം ഞങ്ങൾ അനുവദിക്കില്ല എന്ന രൂപത്തിലാണ് പറയുന്നത്. ഇതിന് കൂട്ടിയോജിപ്പിച്ച് പറയുന്നത് വലിയ തരത്തിൽ ജലചൂഷണം ഉണ്ടാകും, മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ ഉത്തരവിൽ തന്നെ വ്യക്തമായിട്ടുണ്ടല്ലോ ഇത് സീറോ ഡിസ്ചാർജ്, പരിസ്ഥിതി നിയമങ്ങളെല്ലാം പാലിച്ച് എല്ലാ തരത്തിലുള്ള അനുമതി പത്രങ്ങളും ഉറപ്പുവരുത്തി എല്ലാ അതോറിറ്റിയുടെയും ലൈസൻസ് ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ എന്ന് ഈ ഉത്തരവിന്റെ ഭാഗമായി തന്നെ കൃത്യമായി വളരെ വ്യക്തമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനം ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങളും നിബന്ധനകളും പാലിക്കേണ്ടതും അസംസ്കൃത വസ്തുവായി അരി ഉപയോഗിക്കുമ്പോൾ ബ്രോക്കൺ റൈസ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന നിബന്ധനയോടുകൂടി തന്നെ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ പൈനാപ്പിളും നമ്മുടെ കപ്പയും നമ്മുടെ മറ്റു തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ, കൃഷി ഉൽപ്പന്നങ്ങളെല്ലാം, ചോളം, വെജിറ്റബിൾ വേസ്റ്റ്, അതുപോലെ മധുരക്കിഴങ്ങ്, ഉപയോഗശൂന്യമായിട്ടുള്ള അരി, ഇവ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കാനും നിരവധി ആളുകൾക്ക് തൊഴിൽ കിട്ടാനും വ്യവസായ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിക്കാനും ഉള്ള സാഹചര്യങ്ങളെ ഏറ്റവും നന്നായി പ്രയോജനപ്പെടുത്തുമ്പോഴാണ്. ശരി അരുൺ, അതായത് ഇന്നത്തെ ഉത്തരവിലെ ഡീറ്റെയിൽസ് ആണ് അരുൺ വായിക്കുന്നത്. ശരിയാണ്, അതിൽ പറയുന്ന കാര്യങ്ങൾ താങ്കൾ വിശദീകരിക്കുന്നു, ഉത്തരവിൽ പറയുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നു, എങ്ങനെയൊക്കെയാണ് ഈ ഉൽപാദനം എന്നുള്ളത്. അപ്പോഴും ആരോപണ വിധേയമായ കമ്പനി എന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? കേസുകളുള്ള കമ്പനി, ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആരോപണ വിധേയമായ കമ്പനി, അതിന് കേന്ദ്ര അനുമതിയുണ്ട് എന്ന ഒരു മറുപടി അത് മതിയാകുമോ? അല്ല, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ് ഈ 5 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ 20 വർഷമായി വളരെയധികം പരിചയസമ്പന്നതയും അതുപോലെ തന്നെ സാങ്കേതികമായിട്ടുള്ള പ്രാവീണ്യവുമുള്ള കമ്പനിയാണ്. കേന്ദ്ര ഗവൺമെന്റ് നമ്പർ 1 കമ്പനിയായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓയിൽ കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിളിച്ച ടെൻഡറിൽ ഇഥനോൾ ഉൽപാദനത്തിന് പരിചയസമ്പന്നരായ സംഭരകരുടെ ലിസ്റ്റിൽ ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് മാത്രമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്.
കേന്ദ്ര ഗവൺമെന്റ് ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കമ്പനികളുടെ ആ നമ്പറിൽ ലിസ്റ്റിൽ ഏറ്റവും ഒന്നാമത്തെ കമ്പനി, ഒരു കമ്പനിയാണ് അത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ കമ്പനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 സംസ്ഥാനങ്ങളിൽ 20 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. കമ്പനികൾ പ്രവർത്തിക്കുമ്പോൾ എവിടെ കേസുണ്ടോ മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ കൃത്യമായിട്ട് നമ്മുടെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ, ഗവൺമെന്റിന്റെ മദ്യ നയത്തെ കൃത്യമായിട്ട് തന്നെ അത് കൃത്യമായി അനുസരിച്ച് പോകുന്നുണ്ടോ, പരിസ്ഥിതിയും മറ്റുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും പാലിക്കുന്നുണ്ടോ, അതല്ലേ നോക്കേണ്ടത്. വ്യവസായ സംരംഭ കേരളം എന്ന രൂപത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ ഒന്നാമതായി നിൽക്കുമ്പോൾ ഇങ്ങോട്ട് വരുന്ന ഒരു വലിയ സംരംഭം എന്ന രൂപത്തിലാണ്. ഇതിന് ടെൻഡർ വേണ്ട, മറ്റു തരത്തിലുള്ള മാനദണ്ഡങ്ങളില്ല. പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ടെൻഡർ എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്? എല്ലാ വികസന പ്രവർത്തനങ്ങളെയും അങ്ങ് എതിർക്കുക എന്നുള്ളത് ഒരു പൊതു പോളിസിയായിട്ട് മാറി. അത്യാവശ്യം ഇതൊക്കെ വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയിട്ടും വേണ്ടേ ഇതിനെ എതിർക്കാൻ. നീലകണ്ഠൻ, കഴിഞ്ഞ 2 ദിവസമായി ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്ന ദിവസമാണ് ഇന്ന്. അപ്പോൾ നേരത്തെ ഉന്നയിക്കപ്പെട്ട പല കാര്യങ്ങളിൽ നിന്നും താങ്കൾ എന്തൊക്കെ കാര്യങ്ങളിൽ താങ്കളുടെ ഭാഗത്തുനിന്ന് ഇനി ചോദ്യങ്ങളായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം പറയുന്നത് ഇത് ആരോപണ വിധേയമായ കമ്പനി എന്നുള്ളതാണ്. രണ്ടാമത്തത് എന്തുകൊണ്ട് ടെൻഡർ വിളിച്ചില്ല എന്നുള്ളതാണ്. ടെൻഡർ ഇങ്ങോട്ടേക്ക് ഒരു പ്രപ്പോസൽ വരുമ്പോൾ എങ്ങനെയാണ് ടെൻഡർ വിളിക്കുക എന്നുള്ള മറു ചോദ്യം സർക്കാർ ചോദിക്കുന്നു. സർക്കാർ അങ്ങോട്ട് ഒരു പ്രപ്പോസൽ വെച്ച് വിവിധ കമ്പനികളെ ക്ഷണിക്കുകയല്ല ചെയ്തിരിക്കുന്നത്. ഒരു കമ്പനി ഇങ്ങോട്ട് പ്രപ്പോസലുമായി വരികയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴെങ്ങനെയാണ് ടെൻഡർ എന്നുള്ള ചോദ്യം ചോദിക്കുന്നു. അങ്ങനെയാണോ ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കാറുള്ളത് എന്ന ചോദ്യം കൂടി ഇന്ന് എക്സൈസ് മന്ത്രി ചോദിച്ചിട്ടുണ്ട്. ഈ 2 കാര്യങ്ങൾക്ക് മറുപടിയായി എന്ന് കരുതുന്നു. മൂന്നാമത്തത് ജലലഭ്യതയുമായിട്ടാണ്. എങ്ങനെയാണ് പാലക്കാട് പോലെ വരണ്ട ഒരു പ്രദേശത്ത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രക്ഷോഭങ്ങൾ, പ്ലാച്ചിമട സമരം അടക്കം നടന്ന ഒരു സ്ഥലത്ത് വീണ്ടും ഒരു പ്ലാന്റ് വരുന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിരിക്കും താങ്കളെപ്പോലുള്ള പരിസ്ഥിതിവാദികൾക്ക് ചോദിക്കാനുണ്ടാകുക. അപ്പോഴും അവിടെ വരുന്ന ഒരു മറുപടി, കേരള വാട്ടർ അതോറിറ്റിയുമായി ഒരു എഗ്രിമെന്റ് ഉണ്ട്, ഗ്രൗണ്ട് വാട്ടർ യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അതും സ്റ്റേറ്റിന് റവന്യൂ കിട്ടാനുള്ള ഒരു മാർഗമാണ്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഗ്ലിസറിൻ ധാരാളം ഇട്ട് പ്രിസർവേറ്റീവ്സ് ഇട്ട ബിയർ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ വിൽക്കണോ, അതോ അപ്പോൾ നിർമ്മിച്ചു കൊടുക്കുന്ന കുറച്ചുകൂടി ആരോഗ്യം സംരക്ഷിക്കുന്ന മലയാളിയുടെ ആരോഗ്യം സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ബിയർ ബ്രൂവറി വേണോ എന്നുള്ള ചോദ്യവും മറുവാദമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്നു. എന്താണ് ഇപ്പോൾ ഈ ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നു കഴിയുമ്പോൾ ശ്രീ CR താങ്കൾക്ക് തോന്നുന്നത്? അല്ല, ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഇവിടെ മദ്യം കേരളത്തിലില്ല, പുറത്തുനിന്ന് വരികയാണ് എന്ന് പറഞ്ഞു. തീർച്ചയായും കേരളത്തിൽ എല്ലാ വസ്തുക്കളുടെയും ഉൽപ്പാദനം കേരളത്തിൽ കൂട്ടണമെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ. കുറേ കൊല്ലങ്ങളായി പറയുന്നത് ഉണ്ടാക്കുന്നൊന്നും ഉപയോഗിക്കാത്തവനും ഉപയോഗിക്കുന്നൊന്നും ഉണ്ടാക്കാത്തവനുമാണ് മലയാളി. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്ന് മദ്യം പുറത്തുനിന്ന് വരുന്നുണ്ട്. കേരളത്തിലെ 90% ഭക്ഷണവും പുറത്തുനിന്ന് വരുന്നതാണ്. കേരളത്തിലെ 95% തുണിയും പുറത്തുനിന്ന് വരുന്നതാണ്. കേരളത്തിലെ 95% ഏതാണ്ട് എല്ലാ ഉപഭോഗ വസ്തുക്കളും പുറത്തുനിന്ന് വരുന്നതാണ്. നമുക്കറിയാം ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വളരെ 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 കുറവാണ്. അതിലൊന്നുമില്ലാത്ത താല്പര്യം മദ്യത്തിൽ എന്തുകൊണ്ടുണ്ടായി? അതിന് കാരണം ഇൻവെസ്റ്റർ ഇതിന് വരും. ലാഭം ഉറപ്പുള്ള വ്യവസായമാണ്. ലാഭം ഉറപ്പുള്ള വ്യവസായത്തിന് ഇൻവെസ്റ്റർ വരും. അതിപ്പോൾ ഞാൻ അവരോട് യോജിക്കുന്നു. കാരണം ലാഭം കിട്ടാത്തൊരു വ്യവസായത്തിന് വരില്ല. എന്തുകൊണ്ട് അങ്ങനെയുള്ള വ്യവസായങ്ങൾ വരുന്നില്ല? എന്തുകൊണ്ട് ഇവിടെ ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുന്നില്ല? എന്തുകൊണ്ട് ഇവിടെ മറ്റ് സാധനങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നില്ല? അതിൻ്റെ ഒരു ആശങ്കയും സർക്കാരിനില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞു മദ്യത്തിൻ്റെ വ്യാപനം തടയും എന്ന നയത്തിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം മദ്യനയത്തിൻ്റെ ആദ്യത്തെ പാരഗ്രാഫിൽ ആദ്യത്തെ പേജിൽ പറയുന്നത് മദ്യവിമുക്തിയെക്കുറിച്ചാണ്. അങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നാട്ടിൽ ധാരാളമായി ബാറുകളും പാർലറുകളും യെസ് അല്ല, ഞാൻ പറഞ്ഞത് ബാറുകളും ബിയർ വൈൻ പാർലറുകളും അതുപോലെയുള്ള മറ്റ് സ്ഥാപനങ്ങളും ഇത് ഒഫീഷ്യലാണ്. ഒഫീഷ്യൽ അല്ലാത്ത മറ്റ് സംഗതികൾ, കേരളത്തിന് പുറത്തുനിന്ന് മാഹിയിൽ നിന്നോ അവിടെ നിന്നൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന മദ്യം, കേരളത്തിൽ നിന്ന് വിദേശത്തു നിന്ന് വരുന്ന ആളുകൾ കൊണ്ടുവരുന്ന മദ്യം, ഇതൊക്കെ കേരളത്തിൽ കൂടുതൽ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ മദ്യവിമുക്തി എന്ന് 2016 പ്രകടന പത്രികയിൽ പറഞ്ഞത് 2024 ചർച്ച ചെയ്യുമ്പോൾ അതെവിടെ നിൽക്കുന്നു? നമുക്കറിയാലോ, നമ്മുടെ അന്തരിച്ച 2 പ്രസിദ്ധ സിനിമാ താരങ്ങൾ ഇപ്പം നടത്തിയ പരസ്യമൊക്കെ നുണ പറയുന്നവരെ വിശ്വസിക്കരുതെന്ന്. ശരിയാണ്, 2016 നുണയാണ് പറഞ്ഞത് എന്നിപ്പോൾ അനിൽകുമാർ സമ്മതിച്ചാൽ മതി. ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമല്ലോ. കേരളത്തിലെ മദ്യ ഉപഭോഗം കുറഞ്ഞുവോ കൂടിയോ കഴിഞ്ഞ 8 വർഷമായി? ഇപ്പോഴത്തെ ജനസംഖ്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലില്ല. ജനസംഖ്യ റേറ്റ് കൂടാത്തൊരു സംസ്ഥാനമാണ് കേരളം. എന്നിട്ട് പോലും കേരളത്തിലെ മദ്യ ഉപഭോഗത്തിൽ ഇത്ര കൂടുതൽ വന്നത് എന്തുകൊണ്ട്? ഈ ചോദ്യങ്ങൾ, ഇത് ഔദ്യോഗികമായി കിട്ടുന്ന കണക്കാണ്.
ഞാൻ പറഞ്ഞ ബിവറേജസ് കോർപ്പറേഷനും കൺസ്യൂമർ ഫെഡും ഒക്കെ വിൽക്കുന്ന മദ്യമാണ്. അതല്ലാതെ ബാറുകാർ അണ്ടർഗ്രൗണ്ടിൽ വിൽക്കുന്നത്, മറ്റ് പുറത്തുനിന്ന് വരുന്ന ഒക്കെ കൂടി കൂട്ടിയാൽ മദ്യ ഉപഭോഗം കൂടുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കാര്യം. ഇനി എന്താണ് ഈ കമ്പനി മുഴുവൻ പാലക്കാട് ജില്ലയിൽ വരുന്നത്? കേരളത്തിലെ ഏറ്റവും ജലക്ഷാമമുള്ള ജില്ല ഏതാണ് എന്ന് ഒറ്റ ചോദ്യം ചോദിച്ചാൽ അത് പാലക്കാടാണ്. അത് അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ അവസ്ഥയാണ്. പാലക്കാട് ചുരത്തിനടുത്താണ് അത് കിടക്കുന്നത്. കിഴക്ക് നിന്ന് ചൂട് കാറ്റടിക്കുന്ന പ്രദേശമാണ്. മഴ നിഴൽ പ്രദേശമായി ഏതാണ്ട് തമിഴ്നാടിനോട് സമാനമാണ്. ഇത് അറിയാം. ഇവിടെയാണ് നമ്മൾ പ്ലാച്ചിമട സമരം ഒരു ചെറിയ സമരമായിരുന്നു അർത്ഥത്തിൽ. കാരണം എല്ലാ പഞ്ചായത്തിലും, ഇപ്പോൾ എലപ്പുള്ളി പഞ്ചായത്തിൽ തന്നെ എത്ര ആളുകൾക്ക് കുടിവെള്ളം കിട്ടുന്നുണ്ട്, കുടിവെള്ളം കിട്ടാത്ത ആളുകൾ എത്രയുണ്ട്, എത്ര സമരങ്ങൾ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. കഞ്ചിക്കോട് വ്യവസായവുമായി ബന്ധപ്പെട്ട് പ്ലാച്ചിമട കൊക്കോക്കോള മാത്രമല്ല, പെപ്സിക്കോളയും തൊഴിൽ പ്രശ്നം കൊണ്ടാണെങ്കിലും അവരും പൂട്ടി. കാരണം അവർക്കും വെള്ളം കിട്ടില്ല. ഇനി അരുൺകുമാർ പറയുന്ന ഇതിന് വെള്ളം എടുക്കുന്നത് ഭൂഗർഭജലം എടുക്കില്ല എന്ന് കരാറുണ്ട്. കൊക്കോക്കോളയ്ക്ക് കരാറൊക്കെ ഉണ്ടായിരുന്നു. കൊക്കോക്കോള പിന്നെ ചെയ്തത് എന്താണെന്ന് നമുക്കറിയാം. കൊക്കോക്കോളയ്ക്ക് വെള്ളം കൊണ്ടുകൊടുത്തവരൊക്കെ ഉണ്ട് പാലക്കാട്. ഞാനൊക്കെ സമരത്തിൽ 2002 മുതൽ ബന്ധപ്പെടുന്ന ആളെന്നുള്ള എനിക്ക് പറയുകയാണ്. കൊക്കോക്കോളയ്ക്ക് വെള്ളം കൊടുത്ത ആളുകൾക്ക് ഇപ്പോൾ കേരളത്തിലൊരു മന്ത്രിയാണ്. ഞാനിപ്പോൾ അത് പറയുന്നില്ല. എന്തായാലും കൊക്കോക്കോള കൊണ്ടുവന്നത് കൊക്കോക്കോളയ്ക്ക് വേണ്ടി വെള്ളമെടുത്ത് ആ പ്രദേശം മുഴുവൻ നശിച്ചു എന്ന് ശ്രീ അരുൺകുമാറിനും എന്നെപ്പോലെ നന്നായിട്ട് അറിയാലോ. DYFI അവിടെ സമരം നടത്തിയതാണ്. MP രാജേഷ് അടക്കമുള്ള ആളുകൾ ഞങ്ങൾ ഒന്നിച്ച് ഒരു വേദിയിലിരുന്ന് ഒരുപാട് സമരം നടത്തിയതാണ് കൊക്കോക്കോള പൂട്ടണമെന്ന് പറഞ്ഞിട്ട്. ഇനി ഇതിൽ വെള്ളം എവിടെ നിന്ന് കിട്ടും എന്നൊരു ചോദ്യം എൻ്റെ ഉണ്ട്. ഇവർ പറയുന്ന, ഞാൻ മന്ത്രി പറഞ്ഞ ഒരു കാര്യം കേട്ടത്, ഇത് മഴവെള്ള ശേഖരണം നടത്തുന്ന 18 കോടി ലിറ്റർ അഗ്രിമെന്റാണ്. ഏറ്റവും ചുരുങ്ങിയത് മഴവെള്ള സംഭരണത്തോടൊപ്പം വാട്ടർ അതോറിറ്റി വാട്ടർ അതോറിറ്റിക്ക് എവിടെ നിന്ന് വെള്ളം കിട്ടും? വാട്ടർ അതോറിറ്റി എവിടെ നിന്ന് വെള്ളം നൽകുന്നു പറയണം. അവിടുത്തെ ജനങ്ങൾക്ക് കുടിക്കാൻ വെള്ളം വേണം, കൃഷിക്ക് വെള്ളം വേണം. വാട്ടർ അതോറിറ്റിക്ക് വെള്ളം വെറുതെ ഉണ്ടാവില്ല. കേരളത്തിന് പുറത്തുനിന്ന് വെള്ളം വാങ്ങി കൊടുക്കുമോ? തമിഴ്നാട്ടിൽ നിന്ന് വെള്ളം വാങ്ങി കൊടുക്കുമോ? അങ്ങനെയാണോ? അതും ഒരു കരാറാകുമെന്നാണ് പറയുന്നത്. വെള്ളം ഏതാണെന്നറിയോ? ഇറിഗേഷന്റെ വാട്ടർ, അത് മലമ്പുഴയിലെ വെള്ളമാണ്. മലമ്പുഴയിലെയോ അതുപോലെയുള്ള മറ്റ് ഡാമുകളിലെയോ വെള്ളമാണ് വാട്ടർ അതോറിറ്റിയുടെ കീഴിലുള്ളത്. അവർ വിതരണം ചെയ്യുന്ന വെള്ളം പാലക്കാട് ടൗണിലും ചുറ്റുള്ള പ്രദേശത്തും. അവിടെ ഏത് ഡാമിലാണ് ഇപ്പോൾ വെള്ളമുള്ളത്? അവിടെ പോയി നോക്കൂ. അവിടെ ചെറുകിട ഡാമുകൾ മുഴുവൻ അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് പറയണേ, ഒരു ഡാമിലും വെള്ളമില്ല. ചിറ്റൂർ പ്രദേശത്തെ കർഷകർ വെള്ളത്തിന് വേണ്ടി അവരുടെ മറ്റേ റൈറ്റ് കനാൽ, അതിൻ്റെ സമരങ്ങൾ, കിഴക്ക് നമ്മുടെ പറമ്പിക്കുളം മലയാർ കരാറിൽ വഴി കിട്ടേണ്ട വെള്ളത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, ഇതിനൊക്കെ സമരങ്ങൾ ഒക്കെ നടക്കുന്ന വലിയ പ്രദേശമാണ്. RBC കനാലുമായി ബന്ധപ്പെട്ട് വലിയ സമരം നടന്നിട്ടുള്ള സ്ഥലമാണ്. 12,000 ആളുകൾ വോട്ട് ബഹിഷ്കരിച്ച ഒരു മണ്ഡലമാണ് ചിറ്റൂർ. അതിന് തൊട്ടടുത്താണ് ഈ എലപ്പുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ പ്രശ്നം എവിടെ നിന്ന് വെള്ളമെടുക്കും? വാട്ടർ അതോറിറ്റിയായിട്ട് കരാറുണ്ടാക്കിയിട്ട് കാര്യമില്ല. വാട്ടർ അതോറിറ്റി വെള്ളം ഉണ്ടാക്കുന്നില്ല. വാട്ടർ അതോറിറ്റി പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന വെള്ളമാണ്. ഒന്നുകിൽ കുളത്തിൽ നിന്ന്, കിണറ്റിൽ നിന്ന്, അല്ലെങ്കിൽ ഡാമിൽ നിന്ന്. എവിടെ നിന്നാണ് വാട്ടർ അതോറിറ്റി വെള്ളം എടുക്കുന്നത്? ആ വെള്ളം ഇത്രയും ഏതാണ്ട് 200 കോടി കൂടുതൽ ലിറ്റർ വെള്ളം വരുന്നതാണ് എൻ്റെ ഒരു പ്രാഥമിക കണക്ക്. 18 കോടി ലിറ്റർ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ആ വെള്ളം എവിടെ നിന്ന് എടുക്കും എന്ന് പറയാതെ വാട്ടർ അതോറിറ്റി കൊടുക്കുന്നവർ, വാട്ടർ അതോറിറ്റിക്ക് കേരളത്തിൽ ഇപ്പോൾ എറണാകുളത്ത് ഞാനും അരുൺകുമാറും താമസിക്കണേ. വാട്ടർ അതോറിറ്റിക്ക് ഇവിടെ എല്ലാവരും കൊടുക്കാൻ, എല്ലാ ദിവസവും കൊടുക്കാൻ വെള്ളം പോലും ഇല്ല. ഇവിടെ എറണാകുളത്ത് പോലും ഇല്ല, വെള്ളം കൊടുക്കാനില്ല. പെരിയാറിൻ്റെ തീരത്തായിട്ട് പോലും, മൂവാറ്റുപുഴയാറിൻ്റെ തീരത്തായിട്ട് പോലും ആഴ്ചയിൽ 3 ദിവസം വെള്ളം വരുന്നുള്ളൂ പല സ്ഥലങ്ങളിലും. അപ്പോൾ വാട്ടർ അതോറിറ്റി എവിടെ നിന്ന് വെള്ളം കൊടുക്കും? വാട്ടർ അതോറിറ്റി കൊടുക്കണമെങ്കിൽ ഡാമിൽ നിന്ന്, കുളത്തിൽ നിന്ന് ഭൂഗർഭജലം ഏതായാലും കൊടുക്കണം. ഭൂഗർഭജലം എടുക്കില്ല എന്ന് പറയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ഒരു ഘട്ടം കഴിഞ്ഞാൽ 600 കോടി ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്ക് വെള്ളം കിട്ടാതായാൽ അവർ മലമ്പുഴയിൽ നിന്ന് വെള്ളം എടുക്കാമെന്ന് പറയും. അപ്പോൾ ഈ ഗവൺമെൻറ് ആയിക്കൊള്ളുന്നതിൽ ഏത് ഗവൺമെൻറ്റായാലും വെള്ളം എടുത്തോളാൻ പറയും. അതാണ് അതിലെ പ്രധാന പ്രശ്നമുള്ളത്. ഈ കമ്പനിയുടെ ഞാൻ മൻസൂർവാളിലെ, നേരത്തെ ഫിറോസ്പൂർ മൻസൂർവാളിലെ സ്ഥലത്ത് ഞാൻ പോയിട്ടുള്ള ആളാണ്. അവിടെ ഈ കമ്പനി അടച്ചുപൂട്ടി. 6 മാസം കൊണ്ട് സമരം നടത്തി. അവിടെ അടച്ചുപൂട്ടി. അവിടുത്തെ പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നു, കമ്പനി നാട്ടിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. പഞ്ചാബില് ഫിറോസ്പൂർ, അതെ ഫിറോസ്പൂർ മൻസൂർവാൾ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ വലിയ സമരം നടന്നു. പ്ലാച്ചിമട, കാരണം അവർ ഞങ്ങളെ വിളിച്ചത് പ്ലാച്ചിമട സമരത്തിൻ്റെ ആളുകൾ എന്നുള്ള നിലയ്ക്കാണ്. പ്ലാച്ചിമട പോലെ ഒരു സ്ഥലമാണ്. 4 കിലോമീറ്റർ ഇവരുടെ വേസ്റ്റ് വീണു. ഇപ്പോൾ സീറോ വേസ്റ്റ് എന്നൊക്കെ പറഞ്ഞു, സീറോ ഡിസ്ചാർജ് എന്നൊക്കെ പറഞ്ഞു. സീറോ ഡിസ്ചാർജ് എത്ര കമ്പനി പെരിയാറിൻ്റെ തീരത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഒരു കമ്പനി പോലും സീറോ ഡിസ്ചാർജ് ആക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല പെരിയാറിൽ. ഇപ്പോഴും പെരിയാറിൽ മാലിന്യം വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സീറോ ഡിസ്ചാർജ് എന്നുള്ളതൊക്കെ കഥയാണ്. ആ കഥയൊന്നും എന്തായാലും ഇന്ന് വേസ്റ്റ് ഉണ്ടാവും. ഈ വേസ്റ്റ് എന്ത് ചെയ്യും, എങ്ങനെ ശുദ്ധീകരിക്കും? ഞാൻ പറഞ്ഞത് ഇപ്പോൾ അതിന് ഡീറ്റെയിൽഡ് റിപ്പോർട്ട് വരുന്നവരുണ്ട്. വരട്ടെ, അതിൻ്റെ DPR വരട്ടെ, അതിൻ്റെ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് വരട്ടെ, അതിൻ്റെ വാട്ടർ അവൈലബിലിറ്റി വരട്ടെ. എന്താണ് വാട്ടർ ടേബിളിൻ്റെ കണക്ക്? ഈ ബ്ലോക്കുകളിൽ, പുതുശ്ശേരി ബ്ലോക്കിലും മറ്റേ ചിറ്റൂർ ബ്ലോക്കിലുമൊക്കെ വാട്ടർ ടേബിൾ, ഗ്രൗണ്ട് വാട്ടർ ടേബിൾ എവിടെയാണ്, അതിൻ്റെ സ്ഥാനം എവിടെയാണ്,
അവിടെ ഗ്രൗണ്ട് വാട്ടർ ടേബിളിൻ്റെ ഒരു പ്രാധാന്യമുണ്ട് സ്മൃതി. മഴ വളരെ കുറഞ്ഞ പ്രദേശമാണത്. അതുകൊണ്ട് ജനങ്ങൾ ഗ്രൗണ്ട് വാട്ടർ കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് പ്ലാച്ചിമടയിലെ ജനങ്ങൾ മൈലം അടക്കമുള്ള ആളുകൾക്ക് ദുരിതമയമായത്. കാരണം മഴയില്ല അവിടെ. ഇപ്പോൾ കേരളത്തിലെ ആവറേജ് മഴയുടെ വളരെ കുറവാണ് ഈ ചിറ്റൂർ താലൂക്കിലും ഏലപ്പള്ളിയിലും ഈ കഞ്ചിക്കോട് പ്രദേശത്തുമൊക്കെ. അപ്പം മഴ കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെയാണ് ഈ വെള്ളം കണ്ടെത്തുന്നത്? ഈ വെള്ളം നാളെ അവരെങ്ങനെയും കണ്ടെത്തിക്കോളുമെന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അപ്പം പ്രയോറിറ്റി ഇവർക്ക് വരും സ്മൃതി. അതാണ് എൻ്റെ പ്രശ്നം. ഇവർ 600 കോടി മുടക്കിയതല്ലേ, അവരെ കമ്പനി പൂട്ടിക്കാൻ പറ്റുമോ? അവർക്ക് വെള്ളം കൊടുക്കേണ്ടതെന്ന് വെക്കും. പ്ലാച്ചിമട സമരം തുടങ്ങിയപ്പോഴും ഞങ്ങൾ വികസന വിരുദ്ധരായിട്ട് കുറേ ആൾ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ DYFI ഒക്കെ വന്നു, നന്നായി. അപ്പോൾ അവർ വികസന വിരുദ്ധരല്ല, പ്ലാച്ചിമട പൂട്ടിക്കാൻ വന്നപ്പോൾ. ഏതായാലും പ്ലാച്ചിമട കമ്പനി പൂട്ടിക്കുന്നതിൽ ശ്രീ MP രാജേഷ് അടക്കം, ഇപ്പോഴത്തെ മന്ത്രി MP രാജേഷ് അടക്കം പ്രവർത്തിച്ചതാണ്. എന്താ കാര്യം? അദ്ദേഹത്തിന് വികസന വിരുദ്ധം ഉണ്ടായിട്ടല്ല. ആ പ്രദേശത്ത് ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യ, അവിടുത്തെ കൃഷി നശിച്ചു. ഇനി ഒരു കാര്യം കൂടി, പ്ലാച്ചിമടയിലെ നഷ്ടപരിഹാര ട്രിബ്യൂണൽ വെച്ചിട്ട് ഇന്ന് വരെ 5 പൈസ കൊടുത്തിട്ടില്ല അവർക്ക്. എത്ര കൊല്ലം? 2012 ഈ കേരള നിയമസഭ തീരുമാനിച്ചതാ. കേന്ദ്രം മടക്കി അയച്ചു. എന്നാൽ പുതിയതുണ്ടാക്കണ്ടേ? അതിന് പറ്റിയ കേരളത്തിനല്ലേ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. ആരാ അതിന് പെർമിഷൻ കൊടുത്തത്? കേന്ദ്രമല്ലല്ലോ, കേരളമല്ലേ അതിൻ്റെ പെർമിഷൻ കൊടുത്തത്. കേരള ഗവൺമെൻറ്, സഖാവ് നായനാരുടെ ഗവൺമെൻറ് കാലത്താണ് അത് വന്നത് 2000-ൽ. അപ്പോൾ കേരള ഗവൺമെൻറ്, അത് നായനാരാണോ ഉമ്മൻചാണ്ടിയാണോ ഏക്കാനാണോ എന്നുള്ളതല്ല ചോദ്യം. കേരള ഗവൺമെൻറ് പെർമിഷൻ കൊടുത്ത് ഇങ്ങനൊരു സ്ഥാപനം വന്നു. അതിൻ്റെ ഫലമായി ദുരിതമുണ്ടായി. അവിടെ കേരള ഗവൺമെൻറ് നിയോഗിച്ച കമ്മിറ്റി അതിന് ഇത്ര കോടി രൂപ നഷ്ടപരിഹാരം 2011 ബില്ല് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സംസ്ഥാന സർക്കാരിന് തിരിച്ചയച്ചു. കേന്ദ്രം ഉന്നയിച്ച കാര്യങ്ങൾക്ക് 2011 തന്നെ സംസ്ഥാന സർക്കാർ മറുപടി നൽകി. ഒടുവിൽ ബില്ല് അംഗീകരിക്കാനാവില്ലെന്ന രാഷ്ട്രപതിയുടെ തീർപ്പോടുകൂടി ബില്ല് 2015 ഡിസംബറിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് തിരിച്ചയച്ചിരിക്കുന്നു. ഇതാണ് അവസാനമുണ്ടായത്. അതാ പറഞ്ഞു 2015 കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി? 9 കൊല്ലായി. അതെ. അതിലെന്ത് നടപടിയെടുത്തു? കേന്ദ്രം തിരിച്ചയച്ചു എന്നുകൊണ്ട് കൈകെട്ടിയിരുന്നാൽ മതിയോ? അവിടെ നഷ്ടപ്പെട്ട കുടിവെള്ളം നഷ്ടപ്പെട്ട, ആരോഗ്യം നഷ്ടപ്പെട്ട, കൃഷി നഷ്ടപ്പെട്ട ജനങ്ങളോട് മറുപടി പറയാൻ കേരള ഗവൺമെന്റ് ബാധ്യസ്ഥമല്ലേ? ഞാൻ പറഞ്ഞു, ഇതന്നെയായിരിക്കില്ലേ ഒലപ്പുള്ളിയിലെ സ്ഥിതി, ഇതന്നെയായിരിക്കില്ലേ വേറെ എവിടത്തെങ്കിലും സ്ഥിതി. അപ്പം അതുകൊണ്ട് അതിന് പ്ലാച്ചിമടയ്ക്ക് ഒരു മറുപടി പറയാതെ എങ്ങനെയാണ് പുതിയൊരു കമ്പനിയെ ആ തൊട്ടടുത്ത പ്രദേശത്ത് കൊടുക്കാൻ പറ്റുക? എലപ്പള്ളി പഞ്ചായത്തിലെ ഇപ്പോഴത്തെ വെള്ളത്തിന്റെ സ്ഥിതി എന്താണെന്ന് ഇവരൊന്ന് അന്വേഷിക്കട്ടെ. MP രാജേഷിന് അറിയാതിരിക്കില്ല. ഇവിടെ 2 തവണ MP ആയിരുന്ന ആളാണ്, 2-3 തവണ. അപ്പം അദ്ദേഹത്തിന് അറിയും. ശരി, അരുൺ, ഇതിനൊക്കെ മറുപടി നൽകേണ്ടതുണ്ട്. കാരണം പാലക്കാട് നിന്നുള്ള മന്ത്രിയാണ് എക്സൈസ് മന്ത്രി. അപ്പോൾ പാലക്കാട് പോലുള്ള ഒരു പ്രദേശത്ത് വീണ്ടും ഈ തരത്തിൽ ഒരു പ്ലാന്റ് എങ്ങനെ സ്ഥാപിക്കുമെന്നുള്ള ചോദ്യമാണ് പാലക്കാട് മന്ത്രി എന്ന നിലയ്ക്ക് MP രാജേഷ് നേരിടേണ്ടി വരുന്നത്. അരുണിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ പ്രസാദ് കുരുവിള, KCBC മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറിയാണ് താങ്കൾ. മദ്യവിരുദ്ധമാണ് നിലപാട് എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് വരുമാനം പ്രധാനപ്പെട്ട വിഷയമാണ്. വെള്ളമൂറ്റുന്നില്ല എന്ന് ഉറപ്പാക്കുന്നു എന്നുള്ളതാണ് മന്ത്രിയുടെ വാദം. പിന്നെ രണ്ടാമത് പറയുന്നത് ഇത്തവണത്തെ മദ്യനയം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ബ്രൂവറികൾക്ക് അനുവാദം കൊടുക്കും, ഇവിടെ എഥനോൾ നിർമ്മിക്കും എന്നുള്ളത് മദ്യനയത്തിൽ തന്നെ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഇതിലൊരു രഹസ്യാത്മകതയില്ല എന്ന് സർക്കാർ വാദിക്കുന്നു. എന്താണ് മറുപടി? പാലക്കാട്ട് മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി കൊടുത്ത സംസ്ഥാന സർക്കാരിൻ്റെ ആ നടപടിയെ KCBC മദ്യസമിതി ശക്തമായി അപലപിക്കുകയും ശക്തമായി എതിർക്കുകയും ചെയ്യുന്നു. കുടിവെള്ളമില്ലാത്ത നാട്ടിൽ മദ്യമടി വെള്ളമടി പ്രോത്സാഹിപ്പിക്കുന്ന ഈ നയത്തെ അതൊരു വിരോധാഭാസം തന്നെയാണ്. 1956 ലോകാരോഗ്യ സംഘടന പറഞ്ഞു മദ്യാസക്തി എന്ന് പറഞ്ഞൊരു രോഗമാണ്, മറ്റ് ഏതൊരു രോഗം പോലെയും പരിഗണിക്കേണ്ടതും ചികിത്സ ആവശ്യമായതുമായ രോഗാവസ്ഥയാണ് മദ്യാസക്തി അല്ലെങ്കിൽ ലഹരിയാസക്തി എന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു കഴിഞ്ഞിരിക്കുക. നമ്മൾ നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ മുക്കിലും മൂലയിലും നോക്കിയാൽ എത്രമാത്രം മദ്യശാലകൾ മുട്ടിയിട്ട് നടക്കാൻ മേലാത്ത അവസ്ഥ ഉണ്ടായിരിക്കുക. ഒന്ന് നോക്കണം, എത്രമാത്രം അപകടങ്ങൾ, എത്രമാത്രം അക്രമങ്ങൾ പെരുകിയിരിക്കുന്നു ഈ കാലയളവിലും. നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൽ 28 ബാറുകൾ മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ആ നയത്തെ ഘട്ടം ഘട്ടമായിട്ട് കേരളത്തിൽ മദ്യനിരോധനം നടപ്പാക്കുക എന്ന നയത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇടതുപക്ഷ ഗവൺമെൻറ് കഴിഞ്ഞ 7-8.5 വർഷക്കാലമായി ജനദ്രോഹ നടപടികൾ തുടരുകയാണ്. ഈ നയത്തെ എതിർക്കേണ്ടതായിട്ടുണ്ട്, ഈ നയത്തെ ചെറുക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഇപ്പം തന്നെ നമ്മുടെ നാട് ശാരീരിക മാനസിക രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. സർക്കാരിന് വരുമാനം ഉണ്ടാകുന്നു എന്നതിനപ്പുറത്ത് കുടുംബങ്ങളുടെ വരുമാനം നഷ്ടപ്പെടുന്നു എന്ന് ഉള്ള കാര്യം ഈ സർക്കാർ മനസ്സിലാക്കണം. കുടുംബങ്ങളുടെ വരുമാനം നഷ്ടപ്പെടുന്നു, മനുഷ്യൻ രോഗിയായി മാറുന്നു. എത്രമാത്രം സംഭവങ്ങളാണ് നമ്മുടെ
ഈ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്, എത്രമാത്രം അപകടങ്ങളായി ഈ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുടിവെള്ളമില്ലാത്ത നാട്ടിലേക്ക് വെള്ളമടി പ്രോത്സാഹിപ്പിക്കാൻ തക്ക വിധം ഒരു നയം രൂപീകരിക്കുന്നതിൽ എന്താണ് കഥയിരിക്കുന്നത്? ഇത്രമാത്രം ജനത്തിന് ദ്രോഹപരമായ ഒരു നയം രൂപീകരിക്കേണ്ടതുണ്ടോ? ഇവിടെ ശ്രീ CR നീലകണ്ഠനൊക്കെ സൂചിപ്പിച്ചതുപോലെ 2 സിനിമാ താരങ്ങളെ വെച്ച് ഇവർ പരസ്യം നൽകിയുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് മദ്യം യാതൊരു കാരണവശാലും നിലവിലുള്ള മദ്യത്തിൽ നിന്നും ഒരു തുള്ളി മദ്യം പോലും കൂടുതലായിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അന്ന് പാർട്ടിയുടെ സെക്രട്ടറി ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞ കാര്യങ്ങളും ഈ 2 ഇന്നസെന്റും പോലെയുള്ള KPC ലളിതയും പോലുള്ള ആളുകൾ ഇവിടെ പ്രഖ്യാപനം നടത്തിയത്, അവരെ കൊണ്ട് പരസ്യം പറയിച്ചതൊക്കെ നിങ്ങൾ പുറകോട്ടൊക്കെ ഒന്ന് ഓടിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മുമ്പോട്ട് വന്ന് മദ്യവർജനമാണ് ഞങ്ങളുടെ നയം എന്ന് പറഞ്ഞു വന്നവർ മദ്യവർജനത്തിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മദ്യവർജനം എന്ന് പറയുന്നത് ഒരു വ്യക്തി സ്വയം സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ്. അതിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഒരു നടപടി സ്വീകരിക്കേണ്ട കാര്യമില്ല. മദ്യവർജനം തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ നയമായിട്ട് സ്വീകരിക്കാൻ പാടില്ല. മദ്യനിരോധനമാണ് തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ സ്വീകരിക്കേണ്ടത്. അപ്പം നാടൊട്ടുക്ക് മദ്യശാലകൾ അനുവദിച്ചത്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ പാലക്കാട്ടൊരു ബ്രൂവറി മദ്യനിർമ്മാണ യൂണിറ്റ് അധികമായി മദ്യം വേണ്ടി വരുന്നു എന്ന് സർക്കാർ സംവിധാനത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ഈ മദ്യാസക്തി രോഗികൾ, മദ്യം കഴിക്കുന്നവരൊക്കെ തന്നെ മദ്യാസക്തിയുടെ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു പക്ഷേ അത് അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പുകളെ ലാക്കാക്കിക്കൊണ്ടാവാം. കാരണം അങ്ങനെ സാധാരണ ജനത്തിന് അവൻ്റെ ബലഹീനതയെ ചൂഷണം ചെയ്യാൻ വോട്ടിനെ ചൂഷണം ചെയ്യാൻ ഒക്കെ ആയിട്ട് ഒരു നയം പ്രഖ്യാപിച്ചാൽ അത് ഗുണകരമാവും എന്നുള്ള ഒരു നയമായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ സർക്കാർ കണ്ടിരിക്കുന്നത്. മറ്റൊന്ന് ഓർക്കണം, ജനദ്രോഹപരമായ ഏത് നയത്തെ അവർ സ്വീകരിച്ചാലും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങിയാലും അതിനെതിരെ ജനം പ്രതികരിക്കും. അതിനൊത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും, അതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഈ നയം തിരുത്തപ്പെടേണ്ടതാണ്, ചെറുക്കപ്പെടേണ്ടതാണ്. തീർച്ചയായിട്ടും ബഹുഭൂരിപക്ഷം ജനങ്ങളും മദ്യാസക്തി രോഗികളല്ലാത്ത, അബ്കാരികളല്ലാത്ത, സർക്കാരല്ലാത്ത ബഹുഭൂരിപക്ഷം ജനങ്ങളും ഈ നയത്തെ എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് പാലക്കാട് ഇതുപോലൊരു ബ്രൂവറി യൂണിറ്റ് വരുന്നതിനെ ശക്തമായിട്ട് KCBC മദ്യപര സമിതി എതിർക്കുകയാണ്. ശ്രീ NV ബാലകൃഷ്ണൻ, ഇപ്പോൾ ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണല്ലോ. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും പറയുന്നത് വലിയ അഴിമതി ഇതിൽ ഉണ്ട് എന്നുള്ളതാണ്. ആരോപണ വിധേയമായ കമ്പനിയാണ് ഇപ്പോൾ ഇവിടെ ബ്രൂവറിയുമായി എത്തുന്നത് എന്നുള്ള വാദം പറയുന്നു. അതോടൊപ്പം തന്നെ വലിയ അഴിമതി ഇതിന് പിന്നിലുണ്ട്, എന്ത് കിട്ടി എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിലേക്ക് എത്താറായോ യഥാർത്ഥത്തിൽ? എന്തു കിട്ടി എന്ന ചോദ്യത്തിലേക്ക്? സ്മൃതി, തീർച്ചയായും പ്രതിപക്ഷം അത്തരം ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ എന്ത് കിട്ടിയെന്ന ചോദ്യത്തിന് നമ്മുടെ മുമ്പിൽ കൃത്യമായ ഉത്തരവൊന്നും ഇല്ലാത്തടത്തോളം കാലം ഞാനതിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ കൃത്യമായും ആലോചിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലൊരു ഇടതുപക്ഷ ഗവൺമെൻറ് ആണല്ലോ ഭരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അവകാശപ്പെടുന്നത്. ഇടതുപക്ഷത്തെക്കുറിച്ചുള്ള നമുക്കുള്ള ചില ധാരണകളൊക്കെ ഉണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സർക്കാർ ഇടതുപക്ഷ സർക്കാരാണെന്ന് പറയുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ മുന്നുപാധി എന്ന് പറയുന്നത് ആ സർക്കാരിന് ജനങ്ങളോട് ബാധ്യതയുണ്ടായിരിക്കുക, ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക, അവരോട് സംവദിച്ച് അവർക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക. ഇതാണ് ഏറ്റവും പ്രധാനമായ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു സവിശേഷതയായിട്ട് കാണേണ്ടത്. രണ്ടാമത്, ചെയ്യുന്ന കാര്യങ്ങൾ സുതാര്യമായി കാര്യങ്ങൾ ചെയ്യുക. എനിക്ക് കേരളത്തിലെ സർക്കാരിനോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സുതാര്യമായി ചെയ്യാൻ പറ്റാത്തത്? ഒന്ന് ആലോചിച്ച് നോക്കി. എലപ്പുള്ളി പഞ്ചായത്തിലാണ് ഇത് സ്ഥാപിക്കുന്നതെന്ന് പറയുന്നു. നമ്മൾ അങ്ങനെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എലപ്പുള്ളി പഞ്ചായത്തിൽ അവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു പഞ്ചായത്ത് ഭരണസമിതി ഉണ്ടല്ലോ. ആ പഞ്ചായത്ത് ഭരണസമിതിയോട് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് അവരുടെ അഭിപ്രായം സ്വീകരിക്കുക, ഇതുണ്ടോ? എന്തുകൊണ്ടാണ് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരോട് ഇത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇന്നതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയാണ്, ഇന്ന രൂപത്തിലൊക്കെയാണ് കാര്യങ്ങൾ നടക്കുക എന്ന് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു ഗവൺമെൻറ് പോവാതെ ദുരൂഹമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ്?
ആ ദുരൂഹതയല്ലേ ഇതിനകത്ത് അഴിമതി ഉണ്ട് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നത്? തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എന്ന് പറഞ്ഞ് ഇന്ന് കേരളത്തിൽ അധികാരത്തിലുള്ള ഒരു ഗവൺമെന്റിനെ സാമാന്യമായി വിലയിരുത്തുന്ന ഒരാൾക്ക് പറയാൻ കഴിയുക ഇതിനകത്ത് അഴിമതി ഉണ്ടാവുമെന്ന് തന്നെയാണ്. ഇത് നമ്മൾ അവരെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഇപ്പം നമ്മുടെ ഇടതുപക്ഷ സർക്കാരിലെ വ്യവസായ വകുപ്പ് മന്ത്രി വന്ന് പറയുന്നത് ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ 1ാം സ്ഥാനത്താണെന്നാണ്. ആയിക്കോട്ടെ, സന്തോഷമാണ്. ഈ നമ്മുടെ നാട്ടിൽ ബിസിനസ്സുകളോ വ്യവസായങ്ങളോ ഒന്നും വരരുത് എന്നല്ല അഭിപ്രായം. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ആണോ അതോ ഈസ് ഓഫ് ഡൂയിങ് ലൈവ്ലിഹുഡാണോ ഇവരുടെ പ്രധാന പരിഗണനയായി വരേണ്ടതുള്ള പ്രശ്നമുണ്ട്. നമ്മുടെ കേരളത്തിലെ സാധാരണ മനുഷ്യൻ്റെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഈ തങ്ങളുടെ ഗവൺമെൻറ് എടുക്കുന്ന ഒരു തീരുമാനം ഏതൊക്കെ രൂപത്തിൽ അത് ജനങ്ങളെ ബാധിക്കും എന്നതല്ലേ നമ്മൾ പ്രധാനമായി ചർച്ച ചെയ്യേണ്ടത്. അങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് പറയും അങ്ങേയറ്റം ജനവിരുദ്ധമായിട്ടുള്ള ഏതാനും മുതലാളിമാർക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന, ഒരുപക്ഷെ അതിൻ്റെ കമ്മീഷനും പകുതിയും ഒക്കെ കിട്ടുന്ന, സർക്കാരിന് ഒരുപക്ഷെ കുറച്ച് നികുതി വരുമാനം കിട്ടുന്ന, എന്നാൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദുരിതപൂർണമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്താൻ ഇടയാക്കുന്നതാണ് ഈ സംവിധാനം എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനൊരു മദ്യവിരുദ്ധ സമിതിക്കാരനൊന്നുമല്ല. എനിക്ക് ബ്രൂവറി ഇവിടെ കൊണ്ടുവരുന്നതിന് പറയുന്ന ഒരു ന്യായം സംസ്ഥാന സർക്കാരിൻ്റെ നയം എന്നുള്ളത്, ഇത്തവണത്തെ മദ്യനയം എന്നുള്ളത് പരമാവധി മദ്യോൽപാദനം ഉയർത്തുക എന്നുള്ളതാണ്. സ്പിരിറ്റ് എഥനോൾ ഉൽപാദനത്തിൽ വന്നാൽ അനുമതി നൽകും എന്നുള്ളതാണ് മദ്യനയം. അങ്ങനെ ഒരു ആവശ്യം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു അനുമതി നൽകുന്നു എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഈ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ENA അതാണ് മദ്യത്തിൻ്റെ ബേസ്. അത് യഥാർത്ഥത്തിൽ സ്പിരിറ്റാണ്. 9 കോടി ലിറ്റർ ENA ആണ് കേരളത്തിന് വേണ്ടത്. അത് ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നില്ല, ഇവിടെ നിർമ്മിക്കുന്നില്ല. അത് പുറത്തു നിന്നാണ് എത്തിക്കുന്നത്. പുറത്തുനിന്ന് എത്തുമ്പോൾ, പുറത്തുനിന്നുള്ള ബ്രൂവറികളിൽ നിന്നും ഇതെത്തുമ്പോൾ അതിൽ ഗ്ലിസറിൻ അടങ്ങിയതാണ്. അതായത് ഇവിടുത്തെ ജനത്തിൻ്റെ മദ്യ ഉപഭോക്താക്കളുടെ ആരോഗ്യം കൂടി കണക്കിലെടുത്ത് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ മദ്യം നൽകുക അല്ലെങ്കിൽ ബിയർ നൽകുക എന്നതാണ് ഈ ബ്രൂവറികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് സർക്കാരിൻ്റെ വാദം. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി എന്ന് പറയുമ്പോൾ മദ്യ ഉപഭോക്താക്കളായ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ടുള്ള ബ്രൂവറി എന്ന വാദത്തിന് എന്താണ് നമ്മൾ മറുപടി പറയുക? അതെ, ഞാൻ അത് തന്നെയാണ് പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. നിങ്ങളൊന്ന് ആലോചിച്ചു. ഞാനതാണ് പറയാൻ സുതാര്യതയുടെ പ്രശ്നം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മൾ 99-ലാണ് ഈ സംസ്ഥാനത്ത് കൂടുതൽ ബ്രൂവറികൾ ആരംഭിക്കേണ്ടതില്ല, ഇവിടെ അത്തരത്തിലുള്ള ഒരു ആവശ്യമില്ല എന്നുള്ള രൂപത്തിൽ തീരുമാനിക്കുന്നത്. ആ തീരുമാനം മാറ്റുന്നതിനിടയായ സാഹചര്യം എന്താണ്? അത് ജനങ്ങളോട് വിശദീകരിക്കണം. ഇന്ന പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യാണ്. പിന്നീട് 2018 പ്രളയകാലത്താണ് 4 ബ്രൂവറികൾ അനുവദിച്ചുകൊണ്ടുള്ള ഒരു പ്രശ്നം വരുന്നത്. ആ 4 ബ്രൂവറികൾ അനുവദിച്ചുകൊണ്ടുള്ള പ്രശ്നം വന്ന സമയത്ത് കേരളത്തിലെ പ്രതിപക്ഷം ശക്തമായി ഇടപെട്ടതിനെ തുടർന്ന് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ജനങ്ങളെ പരസ്പരം ഭിന്നിപ്പിച്ച് നിൽക്കുന്ന താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളത് തൽക്കാലം മരവിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ മരവിപ്പിച്ചതിന് ശേഷം അങ്ങനെ മരവിപ്പിച്ചതിന് ശേഷമുള്ള 2022 ഇതുപോലെ തന്നെ നമ്മൾ കാണുന്നു. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, നമ്മുടെ നികുതി വകുപ്പിന്റെ സെക്രട്ടറിയോട് ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഈ പിണറായി ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരുന്നു. നികുതി സെക്രട്ടറിയോട് ഈ ബ്രൂവറികൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടത്തി റിപ്പോർട്ട് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ആ റിപ്പോർട്ട് ജനങ്ങൾക്ക് നൽകാത്തത്? ഇന്ന് ഈ നാളെ ഇത്ര വരെയായിട്ട് ആ റിപ്പോർട്ടിനകത്ത് എന്താ പറയുന്നത്? അത് ബ്രൂവറികൾ ആരംഭിക്കണമെന്നാണോ അല്ലെങ്കിൽ ആരംഭിച്ചാൽ ബുദ്ധിമുട്ടുണ്ടെന്നാണോ എന്താണ് പറയുന്നത്? അതായത് ഞാൻ ഇതാണ് സുതാര്യമായിട്ട് ജനങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഈ നമ്മുടേതുപോലൊരു സമൂഹത്തിൽ മദ്യനിരോധനം നടപ്പിലാക്കുക എന്ന് പറയുന്നത് പ്രായോഗികമാണ് എന്ന് കരുതുന്ന ഒരാളല്ല ഞാൻ. ഞാൻ മദ്യം ഉപയോഗിക്കാറില്ല എന്നുള്ളത് വേറെ പ്രശ്നം. പക്ഷേ മദ്യത്തിൻ്റെ ഉപയോഗം കേരളത്തിൽ ഒരു നിരോധനം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ജനങ്ങൾക്ക് വലിയ തോതിൽ അത് ബാധിക്കാത്ത രൂപത്തിൽ ഏതൊക്കെ തരത്തിൽ ഇതിനെ നിയന്ത്രണ വിധേയമാക്കി കൊണ്ടുപോകാൻ പറ്റുന്നു. പക്ഷേ കേരളത്തിൻ്റെ മദ്യപാന സ്വഭാവം ഇപ്പോൾ എവിടെയാണ് ചെന്നെത്തി നിൽക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അത് വന്ന് എന്തൊക്കെയാണ് ഇപ്പോൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ നയം മദ്യവർജനമാണ്, മദ്യത്തിൻ്റെ ഉപഭോഗം കുറച്ചു കൊണ്ടുവരലാണെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മാർക്സിസ്റ്റുകാർ പറയുന്നതാണ് വെച്ചാൽ പറയുന്നതല്ല ചെയ്യുന്നതാണ് പരിശോധിക്കുക. അതായത് ഒരു പ്രയോഗമുണ്ട് മാർക്സിസത്തിൻ്റെ, കോൺക്രീറ്റ് അനാലിസിസ് ഓഫ് ദ കോൺക്രീറ്റ് സിറ്റുവേഷൻ. അതായത് കേരളത്തിൻ്റെ വസ്തുനിഷ്ഠ സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തിയെടുക്കുന്ന തീരുമാനം. ഞാൻ ഇടതുപക്ഷ പ്രവർത്തകന്മാരോട് ചോദിക്കുകയാണ്, കേരളത്തിൽ ഇടതുപക്ഷ ഈ പറയുന്ന പിണറായി ഗവൺമെൻറ് വന്നതിന് ശേഷം മദ്യവർജനമാണ് നയം എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ട് മദ്യവർജനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ മദ്യ ഉപഭോഗം കൂടുകയാണോ കുറയുകയാണോ സംഭവിച്ചത്?
കൂടുകയാണ് സംഭവിച്ചതെങ്കിൽ മധ്യവർഗത്തിനായി വിമുക്തി വിഷൻ ഉണ്ടല്ലോ എന്നുള്ളതാണ് മറുപടി NV ബാലകൃഷ്ണൻ. അതെ അതെ അങ്ങനെ കുറെ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്. അതിന്റെ പ്രായോഗിക അനുഭവം എന്താണ്? കേരളത്തിൽ മദ്യത്തിന്റെ ഉപയോഗം കുറഞ്ഞോ കൂടിയോ പ്രചരിപ്പിച്ചോണ്ടിരിക്കുന്നത് കുറയാണോ ചെയ്തത്? ബാറുകളുടെ എണ്ണം കൂടുകയല്ലേ ചെയ്തത്? അതെ, കൂടുകയാണ് ചെയ്തത്. അതാ ഞാൻ പറഞ്ഞതിന്റെ ഞാൻ പറഞ്ഞ അതാണ്. അതായത് പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളം ഒന്നാം നമ്പർ 1 ആണ് കേരളം എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. കേരളത്തിൽ മറ്റു പല സ്ഥലത്തേക്കാൾ കൂലി കൂടുതലാണ്, അതുകൊണ്ട് മറ്റു പല പ്രദേശത്തും ആളുകൾ വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിന്റെ കൂലി ഘടനയെ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലെ തൊഴിലാളിക്ക് ഒരു ദിവസത്തിൽ ജോലി ചെയ്താൽ 1000 രൂപ കൂലി കിട്ടുമെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് ബീവറേജ് കോർപ്പറേഷൻ മുഖാന്തരോ മറ്റ് സംവിധാനവും മുഖാന്തരോ അവർ കൊടുത്തിട്ടുള്ള കാശിന്റെ വലിയൊരു പങ്ക് സർക്കാരിലേക്ക് തിരിച്ചു വാങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് വലത് കൈകൊണ്ട് കൂലി കൊടുത്തിട്ട് ഇടത് കൈകൊണ്ട് മദ്യശാലകളിലൂടെ പണം തിരിച്ചു വാങ്ങുന്ന രൂപത്തിൽ ഒരു തരം എന്താണ് പറയുക ദുരൂഹമായിട്ടുള്ള ഒരു സർക്കിളാണ് കേരളത്തിൽ മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട്. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഈ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതിന് വേണ്ടി പിന്നെ ബാർ ഉടമകളിൽ നിന്ന് പണം പിരിച്ചതിന്റെ വിശദാംശങ്ങൾ നമ്മൾ അത് വായുലാവിയായി പോയതുപോലെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. അത് വളരെ കൃത്യമായി ബാർ ഉടമകളുടെ കോൺഫറൻസിനകത്ത് വന്നാണ്. എനിക്കറിയാം, എൻ്റെ ജില്ലയിലെ നമ്മുടെ എന്താ പറയുക കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അബ്കാരി മന്ത്രി കോഴിക്കോട് ജില്ലയിൽ നിന്നായിരിക്കുമെന്ന് കരുതിയിട്ട് കേരളത്തിലെ അബ്കാരി കോൺട്രാക്ടർമാർ മുഴുവൻ കോഴിക്കോട് ജില്ലയിൽ വന്ന് റൂമെടുത്ത് വലിയ ആഡംബര അതിലൊക്കെ റൂമെടുത്ത് വന്നിട്ട് ഇവിടെ മത്സരിക്കുന്ന ആളുകളെ കണ്ട് പണം കൊടുത്ത് സന്തോഷിപ്പിച്ച് പോയതിൻ്റെ ചരിത്രമൊക്കെ എനിക്കറിയാം. ഞാനതിൻ്റെ വിശദാംശങ്ങളൊന്നും ഇപ്പോൾ പോകുന്നില്ല. നിങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകൻ വളരെ കൃത്യമായി പരിശോധിച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കോഴിക്കോട് ജില്ലയിൽ വന്ന് കേരളത്തിലെ മുഴുവൻ അബ്കാരി കോൺട്രാക്ടർമാരും ഇവിടെ വന്ന് താമസിച്ചിട്ട് കാണേണ്ടവരെയൊക്കെ കണ്ട് സന്തോഷിപ്പിച്ച് അവർക്ക് ആവശ്യമായ ഒരുപക്ഷെ തലമുറകൾ ജീവിക്കാൻ ആവശ്യമായ കാശ് കൊടുത്തിട്ട് അവർ പോയി. ഞാൻ പറഞ്ഞ ഇതാണ് ഇതിൻ്റെ ഒരു ദുരൂഹത എന്ന് പറയുന്നത്. ഇത് ഒരുപടി രാഷ്ട്രീയ നേതാക്കന്മാർക്ക് അതുപോലെ അബ്കാരി കോൺട്രാക്ടർമാർക്ക് ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ കാശുണ്ടാക്കാനുണ്ടാവുന്ന ഒരു സംഭവമാണ്. എന്നാൽ സാധാരണ മനുഷ്യർ നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിലെ കള്ള് വ്യവസായത്തിൻ്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ സാധാരണ മനുഷ്യന് 10 റുപ്യ വരുമാനം, തേങ്ങയുടെ വില ഇല്ലാതായി പോകുന്ന കാലത്ത് പോലും സാധാരണ മനുഷ്യന് 10 റുപ്യ ഈ വ്യവസായത്തിൽ നിന്ന് കിട്ടാവുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനവും ഇല്ല. അതൊക്കെ അബ്കാരി കോൺട്രാക്ടർമാരോ അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരോ അതുപോലെയുള്ള സംവിധാനങ്ങൾക്കകത്ത് പങ്കുവെക്കപ്പെടുകയാണ്. കോടിക്കണക്കിന് റുപ്യ അതാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു ദുരൂഹമായ സർക്കിളാണ്. അല്ലാതെ മദ്യവർജനം നടപ്പിലാക്കണമെന്നും അഭിപ്രായമൊന്നും എനിക്കില്ല. അത്തരം ദുരൂഹതയുടെ ഭാഗമാണ് ഇത് എന്ന് ഈ പറയുന്ന പാലക്കാട് ജില്ലയിലെ കുടിവെള്ളത്തിന്റെ പ്രശ്നം മാത്രം എടുത്താൽ മതി. ഇവർ പറയുന്നു മഴവെള്ള സംഭരണിയും ശേഖരിക്കും. ഈ ഒരു സീസണിൽ ഉണ്ടാവുന്ന വെള്ളം മുഴുവൻ ശേഖരിച്ചാൽ പോലും ഇതിനാവശ്യമായ കാര്യങ്ങൾ കിട്ടില്ല. മറ്റൊക്കെ CR വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളം എടുത്താണ് കൊടുക്കുക. അതായത് ആളുകളുടെ കുടിവെള്ളം ഉപയോഗിക്കാൻ പറ്റില്ല. അരി ഉപയോഗിക്കുന്നതിന് ഒരു നിബന്ധന സർക്കാർ വെച്ചിട്ടുണ്ട്. ആ ഓർഡറിനകത്ത് പറയുന്നത് നുറുക്കരി ഉപയോഗിക്കാൻ പാടില്ല. എന്താ നുറുക്കരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, നുറുക്കരി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യൻ ഭക്ഷ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നില്ലേ, കഞ്ഞി വെക്കാൻ അതുപോലെ സാധനം ഉപയോഗിക്കുന്നില്ലേ, അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഒരു വലിയ കാര്യം ചെയ്യും പോലെ പറയാണ്. ആ ഓർഡറിനകത്ത് പറയാണ്, സ്മൃതി വായിച്ചു നോക്കിയിട്ടുണ്ടാവുന്ന ഞാൻ കരുതുന്നത്, അതിനകത്ത് അവസാനമായിട്ട് പറയാണ് നുറുക്കരി ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്താ മെച്ചം? അതുകൊണ്ട് എന്താണ് മെച്ചം? അതായത് ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കുറേ കാര്യങ്ങൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ ഈ പറയുന്ന രൂപത്തിലുള്ള ഒരു ഒബ്സ്ക്യൂറായിട്ടുള്ള ഒരു സർക്കിളിനകത്ത് ഇതൊക്കെ തന്നെ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യ്, പഞ്ചായത്തിനെ വിളിച്ചു ചേർക്ക്, അവിടുത്തെ MLA-മാരെ MP-മാരെ വിളിക്കുക, ജനപ്രതിനിധികളോടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളോട് വിളിക്കുക. ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിരിക്കുന്നു, ഈ പ്രപ്പോസൽ ഞങ്ങൾ നടപ്പിലാക്കാൻ പോവാണ്, ഇന്നെന്ന മെച്ചമുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതൊക്കെ കേട്ടിട്ട് പോരെ. ഇതുപോലെ ഒരു പദ്ധതി നടപ്പിലാക്കും. ഇതുപോലെ വിവാദമായേക്കാവുന്ന ഒരു പദ്ധതി വരുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് എന്തുകൊണ്ടാണ് ജനങ്ങളെയും ജനപ്രതിനിധികളെയും വിശ്വാസത്തിലെടുത്ത് ഇത്തരത്തിലുള്ള പദ്ധതികളായി മുന്നോട്ട് പോകാൻ കഴിയാത്തത് എന്നാണ് നിങ്ങൾ വിശദീകരിക്കേണ്ടത്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. ശരി, അഡ്വക്കേറ്റ് അരുൺ മറുപടി നൽകണം. അഡ്വക്കേറ്റ് KS അരുൺകുമാർ, എന്തുകൊണ്ട് പാലക്കാട് ജില്ല എന്നുള്ള ചോദ്യമാണല്ലോ. കഞ്ചിക്കോട് എലപ്പുള്ളി പഞ്ചായത്തിലെ വിക്ടറി പേപ്പർ മില്ലിലെ 26 ഏക്കർ സ്ഥലത്ത് 6-ാം വാർഡിലാണ് ഈ ബ്രൂവറി ഡിസ്റ്റിലറി പ്ലാന്റ് വരാൻ പോകുന്നത്. ഒരു തുള്ളി കുടിവെള്ളം പോലും ശരിയായ രീതിയിൽ കിട്ടാത്ത അല്ലെങ്കിൽ ശുദ്ധജല വിതരണ പദ്ധതി നടപ്പാക്കാൻ പറ്റാത്തൊരു സ്ഥലമാണ്. അവിടെ 10,000-ത്തിലധികം പേർ കഴിയുന്നു. എലപ്പുള്ളിയിൽ അവിടെ 500-നടുത്ത്
കുഴൽക്കിണറുകൾ കുഴിച്ചിട്ടുണ്ട്. അതിൽ 400 താഴെ മാത്രമാണ് വെള്ളം കിട്ടുന്നതെന്നുള്ള പ്രശ്നം അവിടെ നിൽക്കുകയാണ്. അവിടെ കൃത്യമായ ശുദ്ധജല പദ്ധതികളില്ലാത്ത ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നിന്നും ഗ്രൗണ്ട് വാട്ടർ എടുക്കുന്നില്ല എന്ന വാദം പറയുമ്പോൾ അവിടെയാണ് CR ചോദിച്ച ചോദ്യം, ഈ വാട്ടർ അതോറിറ്റി എവിടെ നിന്നെടുത്ത് വെള്ളം നൽകും എന്നുള്ളത്. അപ്പോൾ ഇത്രയും വലിയൊരു പ്ലാന്റിൽ എത്രയാണ് 18 കോടി ലിറ്റർ അല്ലേ വർഷം അവിടെ എഥനോൾ നിർമ്മിക്കാനിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള വെള്ളം എന്ന് പറയുന്നത് അതിന് ഇരട്ടിയാണ് വെള്ളം വേണ്ടി വരിക. എവിടെ നിന്ന് കൊണ്ടുവരും? ഇവിടെ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് സാമൂഹ്യ നിരീക്ഷകനും രാഷ്ട്രീയ നിരീക്ഷകനും അതുപോലെ തന്നെ മദ്യവിരുദ്ധ സമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരുമെല്ലാം പറയുന്നത്. കേരളത്തിൽ മദ്യത്തിന്റെ ഉപഭോഗം കൂടി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മദ്യം ഉപയോഗിക്കുന്നവർ കേരളത്തിലാണ് എന്നുള്ള രൂപത്തിലാണ്. ഞാൻ സ്മൃതിയുടെ വാട്സപ്പിലേക്ക് ഒരു കണക്ക് അയച്ചിട്ടുണ്ട്. മദ്യത്തിന്റെ വരുമാനത്തിന്റെ കാര്യത്തിൽ ആദ്യത്തെ 14 സ്റ്റേറ്റുകൾ, അതായത് മദ്യ ഉപഭോഗത്തിന്റെ ഇൻകം ആ സംസ്ഥാനത്തിന്റെ റവന്യൂവിൽ ഉണ്ടാകുന്ന മാറ്റത്തിൽ ആദ്യത്തെ 14 സ്റ്റേറ്റുകളുടെ കണക്കിൽ കേരളമില്ല. കേരളത്തിന്റെ എന്ന് പറഞ്ഞാൽ 3.7% വരുമാനമാണ് മദ്യത്തിന്റെ ഉപഭോഗത്തിൽ നിന്ന് കിട്ടുന്നത്. എന്നാൽ ബംഗാളിൽ ആകെയുള്ള വരുമാനത്തിന്റെ 20%, കർണാടകത്തിൽ 20.8%, ആന്ധ്ര 17%, തെലങ്കാന 15%, പോണ്ടിച്ചേരി 40%, ഒറീസ 14%, ഉത്തർപ്രദേശ് 22% അങ്ങ് കടക്കുകയാണ്. കേരളത്തിന്റെ 3.7%. എന്നിട്ട് ഇവരെല്ലാം പറയാണ് കേരളത്തിൽ മദ്യത്തിന്റെ ഉപഭോഗം കൂടി വരികയാണ്. രാജ്യത്ത് മദ്യം ഉപയോഗിക്കുന്നവരുടെ ശരാശരിയും കേരളത്തിലെ ജനസംഖ്യയുടെ ശരാശരി എടുത്തു നോക്കിയാൽ ഏറ്റവും മദ്യവർജനമുള്ള, മദ്യത്തിന്റെ ഉപഭോഗം കുറവുള്ള സംസ്ഥാനമാണ് കേരളം. ഇപ്പൊ ഇവർ പറയുന്ന എന്താ, ഇവിടെ മദ്യത്തിന്റെ ഉപഭോഗം കൂട്ടാനോ ഉൽപാദനം വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ ആളുകൾക്കുള്ള ശരാശരിയിൽ വർദ്ധിപ്പിക്കാനോ അല്ലല്ലോ ഗവൺമെന്റ് തീരുമാനിച്ചേ. ഇവിടെ ഉപയോഗിക്കുന്ന മദ്യത്തിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തു, ആ അസംസ്കൃത വസ്തു കോടിക്കണക്കിന് രൂപയുടെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്നു. ആ ട്രാൻസ്പോർട്ടേഷന്റെ തുക കൂടി ഇവിടെ മദ്യത്തിന്റെ വിലയിൽ ആഡ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അത്തരത്തിൽ അതിലുള്ള അസംസ്കൃത വസ്തു ഉപയോഗിക്കാവുന്നതാണോ ഉപയോഗിക്കാൻ കഴിയാത്തതാണോ എന്നും നമുക്കറിയില്ല. അത് ഈ സംസ്ഥാനത്തിന്റെ കാർഷിക മേഖലയിലെ ഓരോ ഉൽപ്പന്നങ്ങളാക്കി മാറ്റണം. അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള അരി ഉൾപ്പെടെ ചോളം, വെജിറ്റബിൾ വേസ്റ്റ്, മരച്ചീനി, സ്റ്റാർച്ച്, ഗോതമ്പ്, മധുരക്കിഴങ്ങ്, ഈ കാർഷിക മേഖലയിൽ നമ്മുടേതായിട്ടുള്ള തനത് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അസംസ്കൃത വസ്തു ഉണ്ടാക്കണം. അപ്പൊ ക്ലിയർ ആയിട്ട് മദ്യം ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഉപയോഗത്തിൽ ഏറ്റവും നിലവാരമുള്ള സാധനങ്ങൾ നമ്മുടെ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ വരണം. എന്തുകൊണ്ട് പാലക്കാട് ജില്ല തെരഞ്ഞെടുത്തു? ഒരു കമ്പനി വരുമ്പോൾ നിരവധി ആളുകൾക്ക് ജോലി കിട്ടും. എന്തുകൊണ്ട് പാലക്കാട് ജില്ല? അതിലേക്ക് വരാം. അപ്പൊ അല്ല സ്മൃതി, ഞാൻ ഇത്രയും നേരം കേട്ടിരുന്നല്ലോ, അവർ പറയുന്നില്ല കേട്ടിരുന്നല്ലോ. ഇത് ജനങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണല്ലോ CPM-ന്റെ പ്രതിനിധിയെ നിങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചത്. ഞാൻ പറഞ്ഞത് ഈ 3 പേരും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞ പച്ചയായ നുണ, അത് പച്ചയായ നുണയാണെന്ന് ആധികാരികമായിട്ടുള്ള കണക്കുകളുടെ അകമ്പടിയോടെയാണ് ഞാൻ പറഞ്ഞത്. ഈ രാജ്യത്തെ മദ്യത്തിന്റെ ഉപഭോഗവും കേരളത്തിന്റെ മദ്യത്തിന്റെ വരുമാനം മറ്റ് സംസ്ഥാനങ്ങളുടെ വരുമാനം ഞാൻ അങ്ങേക്ക് അയച്ചു തന്നിട്ടല്ലേ പറയുന്നത്. ഞാൻ തെറ്റിദ്ധരിപ്പിക്കാനല്ലല്ലോ. നുണയുടെ 1% പോലും, ഒരു വരി പോലും, ഒരു വാക്ക് പോലും ഞാൻ ഉച്ചരിച്ചില്ലല്ലോ. ആ സത്യം ജനങ്ങൾക്ക് പറയുമ്പോൾ ജനങ്ങൾ കേൾക്കാൻ അവർക്ക് അധികാരമുണ്ട്. അത് പറയാൻ അനുവദിക്ക്. അങ്ങനെ ഇവരൊക്കെ രംഗത്തിറങ്ങിയതുകൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട്, ഇത് വരും, ഈ കമ്പനി വരും, ഈ വ്യവസായ സംരംഭം വരും. കാരണം ഓരോ വ്യവസായ സംരംഭം വരുമ്പോഴും അത് തകർക്കാൻ ഇത്തരം ചാനലുകളിൽ വന്ന നുണപ്രചരണം മാസങ്ങൾ വർഷങ്ങൾ നടത്തിയവരാണ് ഇത്തരത്തിൽ ചർച്ചയുടെ ഭാഗമായിട്ട് പച്ചയായ നുണ പറയുന്നത്. പാലക്കാട് ഇത് വരുന്നു. പാലക്കാടാണ് ഇതിന്റെ പ്രപ്പോസൽ വന്നത്. തീരുമാനം മാറ്റിയത് ഗവൺമെന്റിന് അധികാരമുണ്ട്. ഗവൺമെന്റിന്റെ മദ്യനയം അതാത് സമയത്ത് പ്രഖ്യാപിച്ചു. ഇവിടെ ഇപ്പോ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്താ പറഞ്ഞേ, ഇത് ജനങ്ങളോട് ചർച്ച ചെയ്യണ്ടേ? മദ്യനയം പ്രഖ്യാപിച്ച് ജനങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്തിട്ടല്ലേ ഇത് പ്രഖ്യാപിച്ചത്? കൃത്യമായി പറഞ്ഞാൽ 2023 ഞാൻ പറഞ്ഞേക്കെ ഒരു മിനിറ്റ് 2023-24 സാമ്പത്തിക വർഷത്തെ മദ്യനയം പ്രഖ്യാപിച്ച് ഉത്തരവാകുന്നു. 10-15 പേജുള്ള മദ്യനയം ജനങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിച്ച് മുഴുവൻ ജനങ്ങൾക്കും ചർച്ച ചെയ്യാൻ അവസരമൊരുക്കി. അധികാരത്തിൽ വന്നു, മദ്യവർജനം എന്ന ഉറപ്പ് നൽകി, ഇവിടെ സിനിമാ താരങ്ങളെ കൊണ്ട് പരസ്യം നൽകി. അപ്പോൾ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണോ ഈ വിഷയത്തിൽ നിങ്ങൾ അധികാരത്തിൽ വന്നത്? അതിനുശേഷം നിങ്ങൾ ഓരോ വർഷവും മദ്യനയത്തിൽ ഞങ്ങളിതാ നിർമ്മാണം കൂട്ടാൻ പോകുന്നു എന്നതാണ് ഞങ്ങളുടെ മദ്യനയം. ഇത് അത് മറച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. മദ്യനയം ജനം കാണില്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞതിൽ നിന്നും ഘടകവിരുദ്ധമായി ഇപ്പുറത്ത് പ്രവർത്തിക്കുകയാണ്. മദ്യനയത്തിൽ പറഞ്ഞ കാര്യമാണെന്ന് സമ്മതിക്കുന്നു. പക്ഷെ മദ്യനയത്തിന് മുമ്പാണല്ലോ പ്രകടന പത്രിക. അത് പറയൂ. അല്ല ഒറ്റ മിനിറ്റ്. അപ്പോ ഇവിടെ ടെൻഡർ ഇല്ലാതെയാണ് ഇത് ചെയ്തത് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ വാദവും മാധ്യമങ്ങളുടെ വാദവും പോയി. വ്യവസായ സംരംഭ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ സമ്മതിച്ചു. കാർഷിക മേഖലയിൽ വലിയ ഉത്തേജനമുണ്ടാകും, ഇത് ഈ മാറ്റം കൊണ്ട് ഉണ്ടാകുമെന്ന് നിങ്ങൾ സമ്മതിച്ചു.
അതുപോലെ മറ്റു തരത്തിൽ പറയുന്ന ഓരോ വികസനം ഈ നാട്ടിൽ വരുമ്പോഴും പറയുന്ന നൂലാമാല കണക്കുകളും പ്രചരണങ്ങളും എല്ലാം നിങ്ങൾ സമ്മതിച്ചു. ഇപ്പൊ പറയുന്നത് പ്രകടന അല്ല, ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലായി. പറഞ്ഞതിന്റെ പോയിന്റ് പറയാം. ഞാൻ പറയട്ടെ, പ്രകടന പത്രികയിൽ അല്ല ഞാൻ പറയട്ടെ, പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് മദ്യം പടിപടിയായി അതിന്റെ ഉപഭോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകൾ ഈ സമൂഹത്തിൽ ശക്തിപ്പെടുത്തുമെന്ന് തന്നെയാണ്. ശക്തിപ്പെടുത്തിയ നടപടികളൊന്ന് വിശദീകരിക്കാമോ? 28 ബാറിൽ നിന്ന് 856 എണ്ണം ആക്കിയതാണോ ശക്തിപ്പെടുത്തൽ? മിസ്റ്റർ, ബാറുകളുടെ എണ്ണം കൂടി എന്നതുകൊണ്ട് ഇവിടെ കൃത്യമായി ഞാൻ പറയാം, മദ്യം നിരോധിച്ച കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നില്ലേ? AK ആന്റണി ചാരായ നിരോധനം നടത്തി. ആ സമയത്ത് എത്ര അനധികൃതമായിട്ടുള്ള മദ്യനിർമ്മാണവും വ്യാജവാറ്റും അത്തരത്തിൽ ക്രിമിനൽ കേസുകളും അതിന്റെ ഭാഗമായി ശരീര അവയവങ്ങൾ നശിച്ച് മരണപ്പെട്ട കണക്കുകളും എടുത്ത് പരിശോധിച്ചാൽ ഇവിടെ ഹൈക്കോടതി എന്താ പറഞ്ഞേ? മദ്യം കഴിക്കുന്നവർക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള നിലവാരമുള്ള മദ്യം കൊടുക്കണം. റോഡ് സൈഡിൽ ക്യൂ നിന്ന് യാചിച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞത് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചാണ്. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ വിധിന്യായം എടുത്തൊന്ന് വായിച്ചു നോക്ക്. അവർക്ക് ഏറ്റവും അന്തസ്സോടെ പോയി നിന്ന് ഏറ്റവും വെയിലും മഴയൊന്നും കൊള്ളാതെ മദ്യം വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള അവകാശത്തെ സംരക്ഷിക്കണമെന്ന് മറ്റൊരു വിഷയമാണ്. അതൊരു വിഷയമാണ്. റെസ്പോൺസിബിൾ ഡ്രിങ്കിംഗ് എന്ന മറ്റൊരു വിഷയമാണ്. അത് വേറെ വിശാലമായി ചർച്ച ചെയ്യേണ്ടതാണ്. ഇവിടെ ലഹരിക്ക് അടിപ്പെട്ട് ദിവസവും കൊലപാതകങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനമാണല്ലോ. ഓരോ ദിവസവും കൊലപാതകവുമായി ബന്ധപ്പെട്ട വാർത്തകൾ. അത് മദ്യമാണ് എന്ന് പറയുന്നില്ല, ലഹരി അതിവിടെയുണ്ട്, അതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ അരുൺ. പ്രകടന പത്രികയിൽ നിങ്ങൾ ഒരു കാര്യം പറയുന്നു, അത് മദ്യവർജനം എന്നതാണ് നിങ്ങളുടെ ആശയം എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ മദ്യവർജനവുമായി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു ഇവിടെ മദ്യ വിമുക്തി മിഷൻ അത് കൃത്യമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. ബാറുകളുടെ എണ്ണം കൂട്ടി അപ്പുറത്ത് വിമുക്തി മിഷനും എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് വിശദീകരിക്കാൻ പറ്റുക? അതൊന്നാമത്തെ കാര്യം. പിന്നെ എന്തുകൊണ്ട് പാലക്കാട് ഇവരിങ്ങനെ ഒരു പ്രപ്പോസൽ തരുമ്പോൾ, പാലക്കാടാണ് ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്ന ഒരു പ്രപ്പോസൽ തരുമ്പോൾ അതേപടി സ്വീകരിക്കലാണോ സർക്കാരിന്റെ പണി? പാലക്കാടിന്റെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. പാലക്കാട് കുടിവെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ടുന്ന, നല്ല മഴയിൽ പോലും കുടം കൊണ്ടുപോയി വെള്ളം കൊണ്ടുവരേണ്ടി വരുന്ന ഗതികെട്ട അവസ്ഥയിലുള്ള ആളുകളുടെ നാടാണ്. അവിടെയാണ് ഇത് ഈ പ്രപ്പോസൽ ചോദിച്ചപ്പോഴേക്കും അവിടെ അനുമതി കൊടുക്കുന്നത്. അതിനൊരു മറുപടി ഉണ്ടോ? ഇനി പറഞ്ഞോളൂ. ഉത്തരം പറയാൻ അനുവദിക്കണം. ഒന്നാമത്തെ ചോദ്യം, പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെയാണ് LDF ഗവൺമെന്റ് ഉറച്ചു നിൽക്കുന്നത്. 2016 ആദ്യത്തെ പ്രകടന പത്രിക. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോ 2021 ഞങ്ങൾ വീണ്ടും പ്രകടന പത്രികയായിട്ട് ജനങ്ങൾക്ക് മുന്നിൽ ചെന്നില്ലേ? ആ 2016 ഞങ്ങൾക്ക് തന്ന അംഗീകാരത്തെ 91 നിന്ന് 99 സീറ്റായിട്ടും 42% വോട്ടിൽ നിന്ന് 45.3% വോട്ടായിട്ട് ഞങ്ങൾക്ക് വർദ്ധിച്ചതേ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കി ജനങ്ങളെ ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ബോധിപ്പിച്ചു എന്നതുകൊണ്ടാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ നിരീക്ഷകരും സാമൂഹ്യ നിരീക്ഷകരെല്ലാം ഞങ്ങളെ അങ്ങ് ഒരുപാട് ആക്രമിച്ചിരുന്നല്ലോ. ജനങ്ങളുടെ അംഗീകാരം ഞങ്ങൾക്കൊപ്പം നിന്നു. ഇപ്പോഴും ഞങ്ങൾ പറയുന്നത് മദ്യവർജന ക്യാമ്പയിനുകളും വിമുക്തിയുടെയും എക്സൈസിന്റെയും പ്രവർത്തനം ശക്തിപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഇത് ഉൽപ്പാദിപ്പിക്കുന്നത് ആ അന്യ സംസ്ഥാനങ്ങൾക്ക് കോടികൾ കൊണ്ടുപോകാൻ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും മത്സരിച്ച് പത്രസമ്മേളനം നടത്തിയാലും പത്രസമ്മേളനം നടത്താൻ വേണ്ടി അടിയുണ്ടാക്കിയാലും ഇന്ന് 10 മണിക്ക് ഒരാളുടെ പത്രസമ്മേളനം, 10:03 ഒരാളുടെ പത്രസമ്മേളനം. ആദ്യം ഞാനെന്ന് പറഞ്ഞ് പഴയ പ്രതിപക്ഷ നേതാവ്, അതിനെ വെട്ടിച്ച് പുതിയ പ്രതിപക്ഷ നേതാവ് 2 മിനിറ്റ് ഗ്യാപ്പിൽ പത്രസമ്മേളനം നടത്തുന്നു. ആയിക്കോട്ടെ, ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഇതെല്ലാം കർണാടകത്തിൽ നിന്ന് വരുന്നതായി ഈ അസംസ്കൃത വസ്തു. അത് കർണാടകം ഭരിക്കുന്ന കോൺഗ്രസാ. അവിടെ 20% വരുമാനം ഈ മദ്യത്തിന്റെ മേഖലയിൽ നിന്നാ. അതുകൊണ്ട് അവിടെ നിന്ന് ഈ അസംസ്കൃത വസ്തു കൊണ്ടുവന്ന് ഇവിടെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് അവസാനിപ്പിച്ച് ഇവിടുത്തെ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഇത്തരത്തിലുള്ള മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള പുതിയ നയം 1 വർഷം മുമ്പ് പ്രഖ്യാപിച്ച് അതിന് മുൻപത്തെ വർഷം തന്നെ പ്രഖ്യാപിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് അനുവദിക്കില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അതിന് പച്ചക്കൊടി കാണിക്കാൻ കുറെ ആളുകൾ ഇറങ്ങിത്തിരിച്ചാൽ എവിടെ നിന്ന് വെള്ളം എന്തിന് പാലക്കാട്? ഒറ്റ മിനിറ്റ്. ഇതിന് അപേക്ഷ കൊടുത്തിരിക്കുന്നത് ഒയാസിസ് കൊമേഴ്ഷ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ആ കമ്പനിക്ക് 24 ഏക്കർ ഭൂമിയുള്ളത് ഈ കഞ്ചിക്കോട് എന്ന് പറയുന്ന പ്രദേശത്താണ്. ആ പ്രോപ്പർട്ടി വെച്ചുകൊണ്ടാണ് ഇവിടെ വ്യവസായ സംരംഭത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തത്. ആ വ്യവസായ സംരംഭകൻ അദ്ദേഹത്തിന്റെ ഭൂമിയിൽ അപേക്ഷയ്ക്ക് സമർപ്പിച്ചാൽ അത് പരിശോധിച്ചിട്ടാണ് കൊടുക്കാൻ കഴിയുക. 2, വാട്ടർ അതോറിറ്റി. ഇപ്പൊ എറണാകുളം പട്ടണത്തിൽ ഇരുന്നാണ് ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ എത്രയോ ഫ്ളാറ്റുകൾ, എത്രയോ കെട്ടിടങ്ങൾ, അനുദിനം ഫ്ളാറ്റുകളുടെ എണ്ണം കൂടുന്നു.
വാട്ടർ അതോറിറ്റി അല്ലേ വെള്ളം കൊടുക്കുന്നത്. ഫ്ളാറ്റുകളുടെ എണ്ണം കൂടുമ്പോൾ വാട്ടർ അതോറിറ്റി അതിന്റേതായിട്ടുള്ള സംഭരണ ശേഷി വർദ്ധിപ്പിക്കുന്നു. പുഴയും നദികളും എല്ലാം വെള്ളം നന്നായി ശുദ്ധീകരിച്ച് ആലുവ പുഴയിലൂടെ ഒഴുകുന്ന വെള്ളമല്ലേ എറണാകുളം ടൗണിൽ മാത്രം ജലസേചനത്തിന് ഉപയോഗിക്കുന്നത്. ആഴ്ചയിൽ 3 ദിവസം മാത്രം വെള്ളം കൊടുക്കാൻ കഴിയുന്ന വാട്ടർ അതോറിറ്റി എങ്ങനെയാണ് ഇവിടേക്ക് ലീറ്റർ കണക്കിന് വെള്ളം കൊടുക്കുക? അല്ല അതൊക്കെ പരിശോധിക്കാം. അതൊക്കെ കരാറിലെ കാര്യം വിശദീകരിക്കാതെ അത് പിന്നെ പരിശോധിക്കാതെ എങ്ങനെയാ പറയാ? കരാറിൽ പറയുന്ന ഈ സുതാര്യമായ കാര്യങ്ങളല്ലേ വിശദീകരിക്കേണ്ടത്? താങ്കൾ പറയുന്ന സുതാര്യതയെ കുറിച്ചാണല്ലോ, അതങ്ങ് വിശദീകരിക്കൂ. അല്ല ഈ പ്രോജക്റ്റിന് ആവശ്യമായ ജലം നൽകുന്നത് കേരള വാട്ടർ അതോറിറ്റി അനുമതി നൽകിയിട്ടുണ്ടെന്നും നിലവിലെ നിയമപ്രകാരം റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് നടത്തി മഴവെള്ളം സംഭരിക്കാനുള്ള പദ്ധതിയും കമ്പനി പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ ജലത്തിന്റെ ചൂഷണം പൂർണ്ണമായി ഒഴിവാക്കാൻ സാധിക്കുമെന്നും ഈ രീതിയിലുള്ള ഇത് ശ്രീ CR നീലകണ്ഠന്റെ കണക്കാണോ, ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ കണക്കാണോ, ആധികാരികമായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന പഠനത്തിന്റെ കണക്കാണോ, ഇതിൽ പല രാഷ്ട്രീയ കണക്ക് തെറ്റാണ്. കാച്ചിമട സമരത്തിന് ശേഷം എന്ത് സംഭവിച്ചു? എവിടെ കിട്ടി നഷ്ടപരിഹാരം? എവിടെ കിട്ടി? അല്ല ഞാൻ വ്യക്തിപരമായി സ്മൃതി ഞാൻ വ്യക്തിപരമായി ആരെയും ആക്ഷേപം ഉന്നയിക്കുന്നില്ല. ഇവിടെ ഓരോരുത്തർ നടത്തിയ സമരത്തിൽ എത്രയൊക്കെ റിസൾട്ട് ഉണ്ടാക്കി ആ സമരത്തിന്റെ അവസ്ഥ എന്താന്നൊക്കെ ഇപ്പൊ പൊതുമണ്ഡലത്തിലുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. ഞാനത് പറയേണ്ട കാര്യമല്ലോ. ഡിവൈഎഫ്ഐ സമരം ചെയ്ത പ്ലാച്ചിമടയിൽ നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു, അത്രേ ഉള്ളൂ. നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നു നടത്തിയ സമരം, അത്രേ ഉള്ളൂ. അല്ല നിങ്ങൾ എതിർപ്പ് ശക്തിപ്പെടുത്തിക്കോ. അല്ല ഒറ്റ മിനിറ്റ്, നിങ്ങൾ എതിർത്തപ്പോഴാണല്ലോ 2 വർഷം കൊണ്ട് 28ാം സ്ഥാനത്തുനിന്ന് അല്ല ഞാൻ എന്ത് പറയണം, ഞാൻ എന്ത് പറയണമെന്ന് ഞാനാ തീരുമാനിക്കാം. ചോദിക്കുമ്പോ താങ്കൾ പറഞ്ഞാൽ മതി. ഞാൻ എന്ത് ഉത്തരം പറയണമെന്ന് ഞാൻ പറയും. അല്ലല്ല താങ്കളല്ലോ നിശ്ചയിക്കണം, ഞാനല്ല പറയേണ്ടത്. വ്യക്തിപരമായി പറഞ്ഞാൽ മറുപടി പറയും. വ്യക്തിപരമായി പറഞ്ഞാൽ മറുപടി പറയും. അതിന് മറുപടി പറയേണ്ടി വരും. വ്യക്തിപരമായി പറഞ്ഞാൽ ഇല്ല, വ്യക്തിപരമായി പറയിപ്പിക്കരുതെന്നാ ഞാൻ പറഞ്ഞത്. ഇവിടെ അല്ല അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഒച്ചയെടുക്കാനൊക്കെ ഞാൻ അരുണിനോടാണ് പറയാൻ പറഞ്ഞത്. അരുൺ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കണമെങ്കിൽ എന്റെ കയ്യിലെല്ലാം ഡേറ്റ ഉണ്ട്. ഞാൻ അതിലേക്ക് പോകരുത്. അദ്ദേഹത്തോട് മിണ്ടായിരിക്കാൻ പറയൂ ആദ്യം. എത്ര ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കിയാലും എത്ര വികസന വിരുദ്ധ നയം നടപ്പാക്കിയാലും ഈ സാമൂഹ്യ നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും 2 വർഷം കൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ 28ാം സ്ഥാനത്തുനിന്ന് 1ാം സ്ഥാനത്തേക്ക് എത്താൻ കേരളത്തിന് കഴിഞ്ഞെങ്കിൽ ഈ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ജനങ്ങളോടാണ് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ച് എല്ലാ മേഖലയിലും. അല്ല പ്രസംഗമല്ല, നയമാണ് പറഞ്ഞത്. ഇവിടുത്തെ വാട്ടർ അതോറിറ്റിയുടെ കൃത്യമായിട്ടുള്ള പഠനവും കണക്കും പ്രകാരമാണ് ശ്രീ CR നീലകണ്ഠന്റെ കണക്ക്. അത് അദ്ദേഹം അവതരിപ്പിച്ചോട്ടെ. ഗവൺമെന്റിന്റെ കണക്ക് പരിശോധിച്ച് ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള ഒരു നയം പ്രഖ്യാപിച്ച് അതിൽ പഠനം നടത്തി ഉത്തരവാണ് പ്രഖ്യാപിച്ചത്. വാട്ടർ അതോറിറ്റിക്ക് നിലവിൽ ജില്ലകളിൽ കൃത്യമായി എല്ലാ ദിവസവും കൊടുക്കാൻ വെള്ളമില്ലാതിരിക്കെ എങ്ങനെയാണ് ഈ ബ്രൂവറിക്ക് വേണ്ടി ലിറ്റർ കണക്കിന് വെള്ളം കൊടുക്കാനാവുക എന്ന ചോദ്യമാണ് ചോദിച്ചത്. അവർ കണ്ടെത്തട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വാട്ടർ അതോറിറ്റിക്ക് വരുമാനം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് സമ്മതിക്കുന്നു, പക്ഷേ വെള്ളം എവിടെ നിന്ന് കണ്ടെത്തും? അത് ഈ കേരളത്തിലെ ഇത്രയും നദികളുള്ള മറ്റൊരു സംസ്ഥാനം വേറെ എവിടെയാണുള്ളത്? ഇത്രയും പുഴകളുള്ള മറ്റു സംസ്ഥാനം വേറെ എവിടെയാണുള്ളത്? കൂടുതൽ ശുദ്ധീകരണ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള വെള്ളത്തെ പ്രയോജനപ്പെടുത്താനുള്ള പദ്ധതികൾ നമ്മുടെ കിൻഫ്ര, ഇപ്പൊ വ്യവസായ പാർക്കുകളും കിൻഫ്രയിലും അടിസ്ഥാന സൗകര്യങ്ങൾ, റോഡ്, വൈദ്യുതി, വെള്ളം ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തപ്പോഴല്ലേ ഇത്രയും വ്യവസായ സംരംഭങ്ങൾ കേരളത്തിലേക്ക് വരുന്നത്? അത്തരത്തിലുള്ള ഒരു വ്യവസായ നയമാണ്. ഒരു തരത്തിലുള്ള മുൻകൂർ അനുമതി ഇല്ലെങ്കിലും ഇത്ര കോടി രൂപയുടെ ഏകജാലകത്തിലൂടെ വ്യവസായത്തിന് അനുമതി കിട്ടുന്ന സംസ്ഥാനമായി കേരളം മാറി. അതല്ലേ കേന്ദ്രമന്ത്രി തന്നെ സഖാവ് P. രാജീവിനെ ഡൽഹിക്ക് വിളിച്ച് അവാർഡ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ശരി, പ്ലാച്ചിമട സമരം കേരളമല്ല രാജ്യം കണ്ട, ലോകം ചർച്ച ചെയ്ത സമരമാണ്. ആ സമരത്തിനൊടുവിൽ എങ്ങനെയാണ് കൊക്കക്കോളയ്ക്ക് മടങ്ങിപ്പോകേണ്ടി വന്നതെന്ന് അറിയാം. അതിനുശേഷവും ഈ നിമിഷം വരെ നഷ്ടപരിഹാരം കിട്ടാത്തവരാണ് അവിടെയുള്ളവർ എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ പാലക്കാട് എന്തിനെന്ന് ചോദിക്കുമ്പോൾ പാലക്കാട് അവർക്കൊരു സ്ഥലമുണ്ട് എന്ന മറുപടി എത്രത്തോളം നല്ല മറുപടിയാണെന്ന് അരുൺകുമാർ ആലോചിക്കും. സമയക്കുറവുള്ളതുകൊണ്ടാണ് CR വേഗം മറുപടി. ഒന്ന്, പാലക്കാട് തന്നെ ചിറ്റൂർ ഷുഗർ മിൽ എന്ന് പറയുന്ന മലബാർ ഡിസ്റ്റിലറി ഉണ്ട്. അവർക്ക് വെള്ളം കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് സർക്കാരിൻ്റെ സ്ഥാപനം പൂട്ടിക്കിടക്കുന്നു. തിരുവല്ലുവാമലയിൽ മരച്ചീനി
കൊണ്ട് മദ്യമുണ്ടാക്കാനുള്ളൊരു സംരംഭമുണ്ട്, അതില്ല. മാത്രമല്ല സ്മൃതി, ക്ലൈമറ്റ് ചേഞ്ച് മഴയുടെ അളവിൽ കാര്യമായ കുറവുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മഴനിഴൽ പ്രദേശത്ത് മഴവെള്ളം സംഭരിച്ച് നടത്തുമെന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റി അല്ല, ആര് പറഞ്ഞാലും വിശ്വസിച്ചില്ല. പ്ലാച്ചിമടയ്ക്കും ഇതുപോലെ കണക്കുണ്ടായിരുന്നു സ്മൃതി. പ്ലാച്ചിമടയിൽ ഇഷ്ടം പോലെ ഭൂഗർഭജലമുണ്ടായിരുന്ന കണക്ക് വെച്ചിട്ടാണ് 2000 നായനാർ ഗവൺമെൻറ്റിന് അതിന് അനുമതി കൊടുത്തത്. ഈ വിദഗ്ധന്മാരുടെ കണക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കമ്പനി പൂട്ടി. അതിന് കാരണം ജനകീയമായ സമരമാണ്. അദ്ദേഹം എന്ത് പറഞ്ഞാലും വേണ്ടില്ല, വ്യക്തിപരമല്ല വിഷയം. 2022 ഈ കമ്പനി പ്രപ്പോസൽ കൊടുക്കുന്നു, 2023 നയം മാറ്റുന്നു, 2024 അല്ലെങ്കിൽ അവസാനം 25 അവർക്ക് അനുമതി കൊടുക്കുന്നു. നല്ല രസമുണ്ട് സാധനം. ഒരു പ്രപ്പോസൽ കിട്ടുമ്പോൾ അതിനനുസരിച്ച് അനുമതി മാറ്റുന്ന ഒരു ഗവൺമെൻറ്റിന് ഞാൻ ആദ്യമായിട്ട് കാണുക. അനുമതി അല്ലെങ്കിൽ നയം മാറ്റുന്ന അത് നയം മാറ്റുകയാണ് അനുമതി കൊടുക്കാൻ വേണ്ടി. നമുക്ക് തിങ്കളാഴ്ച ഗോദയിൽ കാണാമെന്നാണ് ഇരുകൂട്ടരും വെല്ലുവിളിച്ചിട്ടുള്ളത്. അതായത് സഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തിങ്കളാഴ്ച സഭയിൽ ഏറ്റുമുട്ടും. അപ്പോൾ കുറച്ചുകൂടി വ്യക്തത വരും. വളരെ നന്ദി അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ. ഈ വിഷയം വരും ദിവസങ്ങളിലും ചർച്ചയിൽ തുടരും എന്നുള്ള കാര്യം വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ CR നീലകണ്ഠൻ, ശ്രീ NV ബാലകൃഷ്ണൻ, പ്രസാദ് കുരുവിള ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.